Revelation chapter 19. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം. അതിൽ വേഴ്സ് 7 and 8 വാസിപ്പും. അതിലെ 7ഉം 8ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ തന്നെ. அங்கே நாம் அவருடைய பிரைட் தன்னை ஆயத்தம் பண்ணி கொண்ட காரியத்தை நாம் குறித்து வாசிக்கிறோம். ഇവിടെ കാന്ത തന്നെ തന്നെ ഒരുക്കുന്നത് എങ്ങനെയാണ് എന്ന് നാം ആ ഭാഗത്ത് വായിക്കുന്നു. அந்த கல்யாண வஸ்திரம், அந்த வெட்டிங் கார்மெண்ட் என்ன என்பதையும் கீழே நான் வாசிக்கிறோம். வேர்ஸ் 8 வாசிக்கிறோம். 8ാമത്തെ വാക്യത്തിൽ അവിടെയുള്ള ആ വിവാഹ വസ്ത്രം, ആ വിശേഷമായ വസ്ത്രം എന്താണ് എന്നും അവിടെ വിവരിക്കുന്നു. அது சுத்தமும் பிரகாசமும் மென்மையான ஒரு வஸ்திரம் அப்படின்னு வாசிக்கிறோம். അവിടെ അതിനെ ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. என்ன அந்த வெட்டிங் கார்மெண்ட் அப்படிங்கிறது பரிசுத்தவான்களுடைய righteous acts of saints அப்படின்னு வாசிக்கிறோம். ആ വിവാഹ വസ്ത്രം അത് വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികളാണ് എന്നും നാം വായിക്കുന്നു. நாம் ஆண்டவராகிய இயேசு கிறிஸ்துவை நாம் விசுவாசித்து நாம் ஏற்று நாம் ரட்சிக்கப்பட்ட நாளிலே தேவன் நம்மை நீதிமான்களாக்கினார் இலவசமாய். നാം കർത്താവായ യേശുവിനെ നമ്മുടെ രക്ഷകനായി സ്വീകരിച്ച് ആ രീതിയിൽ നാം അങ്ങനെ രക്ഷിക്കപ്പെട്ട സമയത്ത് അവൻ നമ്മെ നീതീകരിച്ചു. അങ്ങനെയൊരു നീതിവസ്ത്രം ആ സമയത്ത് നാം സൗജന്യമായി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇലവസമായി, സൗജന്യമായി നാം നീതിമാൻകളാക്കപ്പെട്ടു. അന്ന് നാം നീതിമാന്മാരാക്കി മാറ്റപ്പെട്ടു. നമുക്കൊരു നീതിயின் വസ്ത്രം തർപ്പിക്കപ്പെട്ടത്. അപ്പം ആ സമയത്ത് നമുക്ക് ഒരു നീതിയുടെ വസ്ത്രം കർത്താവ് നമ്മെ ധരിപ്പിച്ചു. യെസ്, നാം യാവരും നാം ദേവനാൽ നാം നീതിമാൻകളാക്കപ്പെട്ടിരിக்கிறோம். നാം എല്ലാവരും തന്നെ ദൈവത്താൽ നീതീകരിക്കപ്പെട്ടവരാണ്. ஆனால் இங்க வாசிக்கிற வெட்டிங் கார்மெண்ட் குறித்து நான் வாசிக்கிறோம். എന്നാൽ ഇവിടെ നാം വായിക്കുന്ന ആ വിവാഹ വസ്ത്രം அது என்ன அப்படின்னா பரிசுத்தவான்களுடைய நீதி அப்படின்னு வாசிக்கிறோம். ഇവിടെ നാം വായിക്കുന്നത് അത് വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികളാണ് എന്ന് നാം വായിക്കുന്നു. நாம் இந்த பூமியில என்னென்னலாம் நாம் நீதியை நடப்பிக்கிறோமோ அங்கே என்ன ஆகுது அப்படின்னா பரலோகத்தில் நமக்கு ஒரு வெட்டிங் கார்மெண்ட் எல்லாம் சிம்பாலிக்காக எல்லாம் சிம்பாலிக்காக உருவகமாய் சொல்லப்பட்டிருக்கிற காரியங்கள். நமக்கு ஒரு வெட்டிங் கார்மெண்ட் நமக்கு தேவன் நம்மை நாம் ஆயத்தப்படுத்தி கொண்டிருக்கிறோம். ഇവിടെ ഈ പറയുന്ന പല കാര്യങ്ങളും ഒരു ചിത്ര രൂപത്തിൽ ആലങ്കാരികമായിട്ട് പറഞ്ഞിരിക്കുന്നു. നാം ഈ ഭൂമിയിൽ നമ്മുടെ ഓരോ നീതി പ്രവൃത്തികളും ആ നീതി പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഒരു വിവാഹ വസ്ത്രം, വിശേഷ വസ്ത്രം അവിടെ തുന്നിക്കൊണ്ടിരിക്കുകയാണ്. எல்லாம் ஒவ்வொரு த்ரெட்டும் அதில் இருக்கக்கூடிய ஒவ்வொரு அந்த கார்மெண்ட்ல இருக்கிற ஒவ்வொரு த்ரெட்டும் ஒவ்வொரு thousands and thousands of righteous acts. அது ആ വിവാഹ വസ്ത്രത്തിൻ്റെ, വിശേഷ വസ്ത്രത്തിൻ്റെ ഓരോ നൂലും അത് ഈ ഭൂമിയിലുള്ള ജീവിതത്തിലെ ആയിരക്കണക്കിന് നീതി പ്രവൃത്തികൾ, ഓരോ നീതി പ്രവൃത്തികളും കൊണ്ട് നെയ്തെടുത്ത ഒരു വിവാഹ വസ്ത്രമാണ്. അംപ്രിയമാനവர்களே, நம்மளுடைய കല്യാണ വസ്ത്രത്തെ നാം ആയത്തപ്പെടുത്തി കൊണ്ടിരിக்கிறோம். പ്രിയമുള്ളവരെ, നാം നമ്മുടെ വിവാഹ വസ്ത്രത്തെ നാം ഈ ഭൂമിയിൽ വെച്ച് തന്നെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. Again we'll come back to this verse. Just one more verse I want to show, that verse from Ephesians chapter 5. നമുക്ക് ഈ വാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിനു മുമ്പ് ഞാൻ എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ നിന്ന് ഒരു വാക്യം നിങ്ങളെ കാണിക്കാം. இங்கே கிறிஸ்து தன்னுடைய மனவாட்டியை அவர் எப்படி ஆயத்தப்படுத்துகிறார் அப்படிங்கிறத நாம் വേഴ്സ് 26 25 വാസിக்கிறோം. ഇവിടെ നാം എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം മുതൽ ക്രിസ്തു എങ്ങനെയാണ് തൻ്റെ മണവാട്ടിയെ ഒരുക്കുന്നത് എന്ന് നാം വായിക്കുന്നു. ക്രിസ്തു സഭയിൽ അൻപ് കൂർന്ന് തിരുവസനത്തെ കൊണ്ട് വേഴ്സ് 27 കரை திரை ஸ்ட்ரெயின் ஆர் பிளெமிஷ் ஆர் ரிங்கிள்ஸ் எதுவும் இல்லாதபடிக்கு
தன்னை மகிமையுள்ள மணவாட்டியாக நிறுத்திக் கொள்வதற்கு அதுக்காக தம்மை ஒப்பு கொடுத்தார் என்று வாசிக்கிறோம். ഇവിടെ നാം 25-27 വാക്യങ്ങളിൽ നാം വായിക്കുന്നു, ക്രിസ്തു സഭയെ സ്നേഹിച്ച്, അതുപോലെ 27-ാം വാക്യം, കറ ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധിയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെ താൻ നമ്മൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു എന്ന് നാം വായിക്കുന്നു. எஸ், இங்க ஒரு மணவாட்டியை குறித்து வாசிக்கிறோம், இங்க ஒரு பிரைடை குறித்து நான் வாசிக்கிறோம். ഇവിടെയും നാം ഒരു മണവാട്ടിയെ കുറിച്ച് നാം വായിക്കുന്നു. இந்த பிரைடை குமாரனாகிய கிறிஸ்து, மணவாளனாகிய கிறிஸ்து என்ன செய்கிறார் என்றால் திருவசனமாகிய தண்ணீரை கொண்டு அவர் கழுவுகிறார் அப்படின்னு வாசிக்கிறோம். ഇവിടെ നാം വായിക്കുന്ന ഈ മണവാട്ടിയെ ക്രിസ്തു തിരുവചനമാകുന്ന ദൈവവചനമാകുന്ന ഈ വെള്ളം കൊണ്ട് കഴുകി ഒരുക്കുകയാണ്. எஸ், இந்த இப்ப கான்ஃபரன்ஸ்ல நடந்துகிட்டு இருக்கு, அதான் காரியம் நடந்துகிட்டு இருக்கு. ഇവിടെ ഇതാ ഈ കോൺഫറൻസിൽ അതാണ് സംഭവിക്കുന്നത്. ஒவ்வொரு சண்டே நடக்குது. ഇത് ഓരോ ഞായറാഴ്ചയും മീറ്റിങ്ങുകളിൽ ഇതാണ് സംഭവിക്കുന്നത്. எப்பெல்லாம் நாம் வேத வசனத்தை வாசிக்கிறோமோ அப்பெல்லாம் நடக்குது. നാം എപ്പോഴൊക്കെ ദൈവവചനം വായിക്കുന്നുവോ അപ്പോഴൊക്കെ ഈ വചനത്തിലൂടെയുള്ള കഴുകൽ സംഭവിക്കുകയാണ്. எஸ், மணவாட்டியாகிய பிரைடை தேவன் திருவசனமாகிய தண்ணீரை கொண்டு தேவன் சுத்திகரிக்கிறார், கழுவுகிறார். ഈ മണവാട്ടിയെ ദൈവം ഈ തിരുവചനമാകുന്ന വെള്ളം കൊണ്ട് കഴുകി ഒരുക്കുകയാണ്. எஸ், கிறிஸ்து சுத்திகரிக்கிறார், ക്രിസ്തു ആ രീതിയിൽ ശുദ്ധീകരിക്കുന്നു. ஆனால் ரெவலேஷன் சாப்டர் 19:8 நாம் வாசிக்கிறோம், இது நம்மளுடைய பார்ட். அது എന്നാൽ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് അവിടെ നമ്മുടെ പങ്കിനെ കുറിച്ച് നാം വായിക്കും. மணவாட்டி தன்னை சுத்திகரித்துக் கொள்கிறார். ഇവിടെ ഇതാ മണവാട്ടി തന്നെ തന്നെ ഒരുക്കുന്നു. பீயிங் ரெடி அப்படின்னா தன்னை ஆயத்தப்படுத்துவது அப்படிங்கிறது தன்னை சுத்திகரித்துக் கொள்வது. കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുക എന്ന് പറയുമ്പോൾ നാം നമ്മെ തന്നെ ശുദ്ധീകരിക്കുക, നമ്മെ തന്നെ ഒരുക്കുക എന്നുള്ളതാണ്. மணவாளனும் நம்மை சுத்திகரிக்கிறார், நாமும் நம்மை சுத்திகரித்துக் கொள்ள வேண்டும். മണവാളൻ നമ്മെ ശുദ്ധീകരിക്കുന്നു, നാമും നമ്മെ തന്നെ ശുദ്ധീകരിക്കണം. பிரியமானவர்களே, അതെ പ്രിയമുള്ളവരെ, இந்த விஷயத்தில் நாம் உண்மை உள்ளவர்களாய் நாம் இருக்கணும். പ്രിയമുള്ളവരെ, ഈ കാര്യത്തിൽ നാം വിശ്വസ്തരായിരിക്കണം. நாம் ரெவலேஷன் சாப்டர் 16ல வாசிக்கிறோம். വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 16-ാമത്തെ അധ്യായം നമുക്ക് നോക്കാം. ஒரு வேர்ஸ் 15ல അവിടെ 15-ാമത്തെ நிறைய இரண்டாம் தூதன், 5ஆம் தூதன், அப்படி வரிசையா தூதர்களை குறித்து சொல்லிட்டு இருக்கும் பொழுது இடையில திடீர்னு ஒரு வசனம் 15ல வருது பாருங்க. ഇവിടെ 2ാമത്തെ ദൂതൻ, 3ാമത്തെ ദൂതൻ, പല ദൂതന്മാരുടെ വരുന്നതിനെ കുറിച്ചും ഒക്കെ വായിച്ചിട്ട് അതിനിടയ്ക്ക് 15-ാമത്തെ വാക്യത്തിൽ ഒരു വാക്യം പെട്ടെന്ന് വരുന്നത് നോക്കുക. நான் திருடனை போல நான் வருகிறேன் அப்படின்ற, ഞാൻ കള്ളനെ പോലെ വരും, തന്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. பிரியமானவர்களே, நாம் യേശു ക്രിസ്തുവിന്റെ வருகை திருடனை போல இருக்குமா? പ്രിയമുള്ളവരെ, ഇവിടെ നാം വായിക്കുന്നു യേശു ക്രിസ്തുവിന്റെ വരവ് അത് ഒരു കള്ളനെ പോലെയാണ് എന്ന് നാം വായിക്കുന്നു. திருடன் எதற்காக வருவான்? കള്ളൻ എന്തിനാണ് വരുന്നത്? വിലയേറപ്പെട്ടதை എടുത്തുകൊള്ള வருவான். വളരെ വിലയുള്ളതിനെ, മൂല്യമുള്ളതിനെ എടുക്കുവാനാണ് കള്ളൻ വരുന്നത്. அவர் வருவது தன்னுடைய மணவாட்டியாகிய பிரஷியஸ், அவருடைய பாடி, அவருடைய பிரைட் ஆஃப் கிரைஸ்ட் எடுத்துக்கிறது தான் வருவார். அவர் മണവാളനായ ക്രിസ്തു ഏറ്റവും വിലയുള്ള തന്റെ മണവാട്ടിയെ എടുക്കുവാനാണ് ഈ മണവാളൻ വരുന്നത്. அப்ப വിழிത്തിരിക്കணுமா നമ്മെ? അവിടെ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ ജാഗരിച്ച് ഇരിക്കണം എന്ന് പറയുന്നു. യെസ്, തൻ വസ്ത്രത്തെ ആയത്തപ്പെടുത്തണം. നാം അവിടെ നാം നമ്മുടെ വസ്ത്രത്തെ നാം തയ്യാറാക്കണം. കാത്തുകൊള്ളുതൽ അല്ലത് ആയത്തപ്പെടുത്തുതൽ. ഇവിടെ നാം ജാഗരിക്കണം, നാം സൂക്ഷിക്കണം, നമ്മുടെ വസ്ത്രത്തെ ഒരുക്കണം. அப்படி நாம் வஸ்திரத்தை நாம் ஆயத்தப்படுத்தல அப்படின்னா அந்த நாளில் பிரியமானவர்களே நிர்வாணமாய் காணப்படுவோம். അങ്ങനെ നാം ആ കർത്താവിൻ്റെ വരവെങ്കിൽ നമുക്ക് നമ്മുടെ വസ്ത്രം തയ്യാറല്ലെങ്കിൽ നാം ഇവിടെ വായിക്കുന്നത് പോലെ നാം നഗ്നരായിരിക്കും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്പിരിച്വൽ സെൻസ് அந்த நாள்ல ஒரு நேக்கடா இருப்போம். அன்னைக்கு ആത്മീകമായ അർത്ഥത്തിൽ ആ നാളിൽ നാം നഗ്നരായി കാണപ്പെടും. அப்ப நமக்கு தேவன் என்ன பொறுப்பு இந்த பூமியில நமக்கு கொடுத்திருக்கிறார் அப்படின்னா நம்மளுடைய வெட்டிங் கார்மெண்ட்டை நம்ம ஆயத்தப்படுத்தணும். നമുക്ക് ദൈവം ഈ ഭൂമിയിൽ നമുക്ക് നൽകിയിരിക്കുന്ന ഉത്തരവാദിത്വം എന്താണ്? നമ്മുടെ ഈ വിവാഹ വസ്ത്രം, വിശേഷ വസ്ത്രം നാം ഒരുക്കണം. அது என்ன அப்படின்னா பரிசுத்தவான்களுடைய நீதி அப்படின்னு வாசிக்கிறோம். നാം വായിച്ചത് അത് വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികളാണ്. ஓகே, ஃபர்ஸ்ட் ஜான் சாப்டர் 3 காலையில நம் சகோதரர் மூலமா இந்த வசனங்களை கேட்டோம். 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നാം ഇന്ന് രാവിലെ സക്ബ്ലറിലൂടെ നാം ഈ വചനം കേട്ടല്ലോ. 1 യോഹന്നാൻ 3-ാം അധ്യായം
அதற்கு முன்னதாக verse 29ல வாசிக்கிறோம். 2:29. ഇതിനു മുൻപായി 2-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. எஸ் அவர் நீதி உள்ளவராய் இருக்கிறார் என்று உங்களுக்கு தெரிந்திருப்பதனால் நீதியை செய்கிறவன் எவனும் அவரை பிறந்தவர் என்று அறிந்திருக்கிறோம். അവൻ നീതിമാൻ എന്ന് നിങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നുവെങ്കിൽ നീതി ചെയ്യുന്നവൻ ഒക്കെയും അവനിൽ നിന്ന് ജനിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. எஸ் அதை சொல்லிட்டு தான் இப்போ ஜான் இப்போ என்ன சொல்றாரு அப்படின்னா தன்னை சுத்திகரித்துக் கொள்ளணும் அப்படின்னு சொல்றார். ഈ വാക്യം പറഞ്ഞതിന് ശേഷം ആണ് തൊട്ടടുത്ത് യോഹന്നാൻ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം എന്ന് പറയുന്നത്. அப்போ நான் என்னென்னலாம் நான் நீதியை செய்யணும்னா இப்போ அந்த வெட்டிங் கார்மெண்ட்டுக்கு நான் நீதியை செய்யணும். ഞാൻ ആ ഒരു വിവാഹ വസ്ത്രം തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള നീതി പ്രവൃത്തികൾ ഞാൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. அருமையானவர்களே, ஜீசஸ் கிரைஸ்ட் மேத்யூ 5-6-7ல நிறைய ரைச்சியஸ்னஸ் சொல்லியிருக்கிறார். പ്രിയമുള്ളവരെ, യേശു കർത്താവ് മത്തായി 5, 6, 7 അധ്യായങ്ങളിൽ വളരെ പല നീതി പ്രവർത്തികളെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ஒரு சிலவைகளை நாம் பார்ப்போம். நம்மளுடைய வெட்டிங் கார்மெண்ட்டுக்கு நாம் ஆயத்தமாகிறத பார்ப்போம். നമുക്ക് അവിടെയുള്ള ചില വാക്യങ്ങൾ നമ്മുടെ വിവാഹ വസ്ത്രത്തിന് വേണ്ടിയുള്ള നമ്മുടെ തയ്യാറെടുപ്പ് നമുക്ക് നോക്കാം. മാത്യു ചാപ്റ്റർ 5 മത്തായി 5 ജീസസ് വേഴ്സ് 20ல சொன்னார். അവിടെ 20-ാമത്തെ വാക്യം, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യെസ്, ആണ്ടവർ തെളിവാ சொல்லிட்டார். ഇവിടെ ഇതാ വ്യക്തമായിട്ട് കർത്താവ് പറയുന്നു, നിങ്ങൾ പരലോക രാജ്യത്തിൽ പ്രവേശിക്ക മാട്ടീர்கள் എന്ന് சொன்னார். നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അവരുടെ നീതിയെ പാർക്കിൽ ഉങ്ങളുടെ നീതി അധികമായിരാവിട്ടാൽ, നിങ്ങളുടെ നീതി ഈ ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ. എന്ന നീതി? അതെന്ത് നീതിയാണ്? കോപപ്പെടാത്ത ഒരു നീതി. അത് കോപപ്പെടാത്ത നീതി. அப்படியே கோபப்பட்டாலும் தன்னை தாழ்த்தி மன்னிப்பு கேட்கிற ஒரு நீதி. കോപം വന്നാലും ഉടനെ നമ്മെ തന്നെ താഴ്ത്തി നാം ക്ഷമ ചോദിക്കുന്ന ഒരു നീതി. കണ്ണുകളാൽ ഇച്ഛിക്കാതെ, കണ്ണുകളാൽ ഒരു സ്ത്രീയെ ഇച്ഛിക്കാതെ ഒരു നീതി. കണ്ണുകൊണ്ട് ഒരു സ്ത്രീയെ മോഹിക്കാത്ത നീതി. ഉള്ളதை ഉള്ളതെന്ന് சொல்லுகிற ഒരു നീതി. നാം ഉള്ളത് മാത്രം സംസാരിക്കുന്ന ഒരു നീതി. വഴക്കാടാതെ ഒരു നീതി. അന്യോന്യം വഴക്കുണ്ടാക്കാത്ത നീതി. പിറരെ ന്യായം തീർക്കാத ഒരു നീതി. മറ്റുള്ളവരെ കുറ്റം വിധിക്കാത്ത നീതി. നമുക്ക് തീങ്ക് ചെയ്തവർക്ക് മன்னிக்கிற ഒരു നീതി. നമുക്ക് തിന്മ ചെയ്യുന്നവരെ ക്ഷമിക്കുന്ന നീതി. പണവിഷയത്തിൽ ഉണ്മയായി ഇരിക്കുന്ന നീതി. പണകാര്യങ്ങളിൽ നാം വിശ്വസ്തരായിരിക്കുന്ന നീതി. യെസ്, இப்படிப்பட்ட റൈച്ചസ് എല്ലാം அந்த വെഡിങ് ഗാർമെന്റുകൾ சேர்க்கணும். നാം ഈ തരത്തിലുള്ള നീതി പ്രവൃത്തികളൊക്കെ ആ ഒരു വിവാഹ വസ്ത്രത്തിൽ നാം അതിനോട് തുന്നിച്ചേർക്കേണ്ടതാണ്. അരുമയാനവர்களே, നാം നമ്മുടെ വെഡിങ് ഗാർമെന്റ് നാം ആയത്തപ്പെടുത്തി കൊണ്ടിരിக்கிறோமா? പ്രിയമുള്ളവരെ, നമ്മുടെ ഈ വിവാഹ വസ്ത്രം നാം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണോ? அதுதான் இப்போ நம்மளுடைய காரியம். இப்போ அதுதான் ஆயத்தம். அதுதான் இப்படிதான் நம்ம அவருடைய வருகைக்கு நாம் ஆயத்தமாவது. അങ്ങനെയാണ് നാം കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്നത്. ഒരു ചില നീതികളെ ഞാൻ உங்களுக்கு சொல்ல விரும்புகிறேன். ഞാൻ ചില ഇപ്രകാരമുള്ള നീതി പ്രവർത്തികളെക്കുറിച്ച് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. ഒരു ചില കാര്യങ്ങളെ சொல்லுகிறதற்கு முன்னதாக இன்னொரு வசனத்தை நான் காண்பிக்க விரும்புகிறேன். പ്രായോഗികമായിട്ട് ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു വാക്യവും കൂടെ ഞാൻ നിങ്ങളെ കാണിക്കട്ടെ. 2 Corinthians chapter 5 verse 21. 2 കൊരിന്ത്യർ 5-ാം അധ്യായം verse 21. 21-ാമത്തെ വാക്യം. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. ജീസസ് ഒരു നമ്മൾ കേൾവി കേൾக்கிறோம். ഇപ്പോൾ നാം യേശുവിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ജീസസ് ഞാൻ കേൾக்கிறேன். ഞാൻ യേശുവിനോട് ചോദിക്കുന്നു. ഞാൻ ജീസസ് ആക്ച്വലി കേട്ടேன். ഞാൻ യേശുവിനോട് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ആവിയാനവർ കൊടുത്ത ബദൽ தான் അത്. ഞാൻ അങ്ങനെ ചോദിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ ഉത്തരമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. യേശുവേ, പാവം അറിയാத നീർ, പാവമേ ചെയ്യാத നീർ ഏൻ പാവമാണിങ്ങ? യേശുവേ, പാപമറിയാത്ത അങ്ങ്, പാപം ചെയ്യാത്ത അങ്ങ് എന്തുകൊണ്ടാണ് എനിക്ക് വേണ്ടി പാപമായത്? ഏൻ എനക്കാக പാവമാണിങ്ങ? എന്തിനു വേണ്ടിയാണ്, എന്തുകൊണ്ടാണ് അങ്ങ് എനിക്ക് വേണ്ടി പാപമായത്? அதுக்கு ஜீசஸ் சொன்ன பதில் என்னன்னா, അതിന് യേശു എനിക്ക് നൽകിയ മറുപടി എന്താണെന്ന് അറിയാമോ? 5:21. ഈ 5-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം. വിക്ടർ, നീ தேவனுடைய நீதியாகும்படிக்கு நான் உனக்காக பாவமானேன். വിക്ടർ, നീ ദൈവത്തിന്റെ നീതിയാകേണ്ടതിനാണ് ഞാൻ നിനക്ക് വേണ്ടി പാപം ആക്കപ്പെട്ടത്. In order to make you God's righteousness, I became sin.
ദൈവത്തിൻ്റെ നീതിയായി നിന്നെ മാറ്റേണ്ടതിന് ഞാൻ പാപമായി മാറി. எஸ், எவ்வளவு பெரிய காலிங்! അത് എത്ര വലിയ ഒരു വിളിയാണ്. ஏன் இயேசு பாவமானார்? എന്തുകൊണ്ടാണ് യേശു എനിക്ക് വേണ്ടി പാപമായത്? அருமையானவர்களே, പ്രിയമുള്ളവരെ, நானும் நீங்களும் தேவனுடைய நீதியாகும்படிக்கு. ഞാനും നീയും ദൈവത്തിന്റെ നീതിയായി മാറേണ്ടതിന്. அப்படின்னா என்ன அர்த்தம்? അതിന്റെ അർത്ഥം എന്താണ്? God's righteousness-க்கு நாம் manifestation-ஆ இருக்கும்படிக்கு. ഞാൻ ദൈവത്തിന്റെ നീതിയുടെ ഒരു പ്രദർശനമായി മാറുന്നതിന്, നീതിയുടെ ഒരു വെളിപ്പെടുത്തലായി മാറേണ്ടതിന് എൻ്റെ ജീവിതം. God's righteousness-க்கு expression-ஆ இருக்கும்படிக்கு. ഞാൻ എൻ്റെ ജീവിതം ദൈവത്തിന്റെ നീതിയുടെ ഒരു വെളിപ്പെടുത്തലായി മാറേണ്ടതിന്. தேவன் நம்மள ஒரு இடத்துல வச்சிருக்காருன்னு வெச்சீங்க. ദൈവം നിങ്ങളെ ഒരു സ്ഥലത്ത് ആക്കിയിരിക്കുന്നു എന്ന് ചിന്തിക്കുക. ஒரு வேலை ஸ்தலத்துல வச்சிருக்காரு. അവിടെ നിങ്ങളെ ഒരു ജോലി സ്ഥലത്ത് ആക്കിയിരിക്കുന്നു. ஓகே, நான் அங்க எப்படி இருக்கேன் அப்படின்னா, അവിടെ ഞാൻ എങ്ങനെയായിരിക്കണം? God's righteousness-க்கு expression அந்த இடத்துல நான் இருக்கேன். അവിടെ ദൈവത്തിന്റെ നീതിയുടെ ഒരു പ്രദർശനം, ഒരു വെളിപ്പെടുത്തലായിരിക്കണം എൻ്റെ ജീവിതം. நம்மளுடைய ஒர்க் ஸ்பாட்ல, നമ്മുടെ ജോലി സ്ഥലത്ത്, நம்மளுடைய ஃபேமிலி சிச்சுவேஷன்ஸ்ல, നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങളിൽ, எல்லா இடங்களிலும் நாம் தேவனுடைய நீதிக்கு நாம் என்னவா இருக்கும் அப்படின்னா மேனிஃபெஸ்டேஷனா இருக்கும். ഇങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ദൈവത്തിന്റെ നീതിയുടെ ഒരു വെളിപ്പെടുത്തലായിരിക്കണം നമ്മുടെ ജീവിതം. அதை இன்னும் எப்படி விளக்கமா சொல்லலாம் அப்படின்னா, അത് കുറച്ചും കൂടെ തെളിയിച്ച് എങ്ങനെ പറയാം? நம்மை சூழ்ந்திருக்கிற ஜனங்களுக்கு നീതിക്ക് ദൂരമായി இருக்கிறார்கள், നീതിക്ക് അന്യர்களായി இருக்கிறார்கள். നമുക്ക് ചുറ്റിനുമുള്ള ആളുകളൊക്കെ ഈ നീതിയിൽ നിന്ന് വളരെ ദൂരെ നിൽക്കുന്നവരാണ്. എല്ലാം അനീതിക്കാരர்களாக இருக்கிறார்கள். അവരെല്ലാം അനീതി ചെയ്യുന്നവരാണ്. அவர்கள் மத்தியில தேவன் என்னையும் உங்களையும் என்ன வச்சிருக்கிறார் அப்படின்னா தேவனுடைய நீதியா வச்சிருக்கிறார். ആ ആളുകളുടെ മധ്യത്തിൽ എന്നെയും നിന്നെയും ദൈവത്തിന്റെ നീതിയായി ദൈവം നമ്മെ ആക്കിയിരിക്കുന്നു. ആമേൻ. ഉനക്ക് ഗോഡ് யாருன்னு தெரியாதுல்ல? ഹേ മനുഷ്യ, നിനക്ക് ദൈവം ആരാണ് എന്ന് അറിയില്ല അല്ലേ? God's righteousness ഉനക്ക് என்னன்னு தெரியாதுல்ல? ദൈവത്തിന്റെ നീതി എന്താണെന്ന് നിനക്ക് അറിയില്ലല്ലോ. Look at me. എന്നെ നോക്കുക. என்ன பார்? എന്നെ നോക്കുക. அப்படிங்கிறதா நம்ம பெருமைக்காக சொல்றது இல்ல. ഞാൻ ഇതൊരു നാം ഒരു അഹങ്കാരത്തിന്റെ വാക്കുകളല്ല. இல்ல, தேவன் நம்மளை எப்படி வச்சிருக்கிறார் அப்படின்னா, അനീതക്കാരர்கள் മധ്യയില God's righteousness நம்ம வச்சிருக்கிறார். ഇങ്ങനെയുള്ള അനീതി ചെയ്യുന്ന ആളുകളുടെ മധ്യത്തിൽ ദൈവത്തിന്റെ നീതിയായിട്ടാണ് നമ്മെ ദൈവം വച്ചിരിക്കുന്നത് നമ്മുടെ സാഹചര്യങ്ങളിൽ. எவ்வளவு பெரிய காலிங்! അത് എത്ര വലിയൊരു വിളിയാണ്. ஏன் இப்படி நாம் ரைச்சியஸ்னஸ் மேல் நாம் தாகமா இருக்கோம் அப்படின்னா, യേശുവേ നീർ எனக்காய் പാവമാനീർ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ നീതിക്കായിട്ട് നമ്മുടെ ഉള്ളത്തിൽ ഒരു ദാഹവും വാഞ്ചയും ഉള്ളത്? എനിക്കായിട്ട് യേശു പാപമാക്കപ്പെട്ടു. நீங்க பாவமாயிட்டீங்கல்ல, நான் பூமியில இருக்கிற வரைக்கும் உம்முடைய God's righteousness ஆ இருப்பாண்டவரே. എനിക്കായി അങ്ങ് പാപമാക്കപ്പെട്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഭൂമിയിലായിരിക്കും വരെ അങ്ങയുടെ ദൈവത്തിന്റെ നീതിയായിട്ട് ഞാൻ ഭൂമിയിൽ ജീവിക്കും. യെസ്, അതാണ് 2 Corinthians 5:21. അതാണ് 2 കൊരിന്ത്യർ 5:21. இப்படிப்பட்டவர்களுக்கு இந்த சிந்தை, இந்த விஷன் உடையவர்களுக்கு, இந்த ரெவலேஷன் உடையவர்களுக்கு ரைச்சியஸ்னஸ் அப்படிங்கிறது என்னவா இருக்காது அப்படின்னா, ஒரு காலம் அப்படியே கஷ்டமா கசந்துகிட்டுலாம் செய்ய மாட்டாங்க. ഈ ഒരു വെളിപ്പാട്, ഈ ഒരു ദർശനമുള്ളവർക്ക് ഇങ്ങനെയുള്ള നീതി പ്രവർത്തികൾ ഏതോ ഒരു ഭാരമായിട്ട് അവർ ആ രീതിയിൽ കഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് അവർക്ക് തോന്നുകയില്ല. ചിലർക്കെല്ലാം ടാക്സ് കട്ടണമെന്നാ പോതും, അവളതാ. ചിലർക്കൊക്കെ ടാക്സ് അടയ്ക്കണമെന്ന് കേട്ടാൽ മതി, അവർ ആകെ വിഷമിച്ചു പോകും. മகிழ்ச்சியோட നീതി ചെയ്യ മാട്ടാங்க, സന്തോഷത്തോടെ നീതി പ്രവർത്തികൾ ചെയ്യുകയില്ല. ചിലർ റെസ്റ്റിറ്റ്യൂഷൻ പண்றதுக்கு ரொம்ப കഷ്ടപ്പെടുവാங்க. ചിലർക്ക് പണം തിരികെ കൊടുക്കണം, അല്ലെങ്കിൽ കാര്യങ്ങൾ ക്രമപ്പെടുത്തണം എന്നുള്ളത് അവർ സന്തോഷത്തോടെ അപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുകയില്ല. யாராவது பணத்தை சில பேர் லாஸ் வருது அல்லது ചീറ്റ് பண்றாங்க, மற்றவங்க நம்மளை ചീറ്റ് பண்றாங்கன்னு വെച്ചீங்க. ആരെങ്കിലും നമ്മെ പറ്റിക്കുന്നു, അല്ലെങ്കിൽ അവർ നമ്മുടെ പണം എടുത്തുകൊണ്ട് പോകുന്നു. ഫോർ എക്സാമ്പിൾ, ഉദാഹരണത്തിന്, ഞാൻ റീസെൻ്റാக മധുരയിൽ தான் நான் ஒரு ரெண்டல் ஹவுஸில் தான் இருந்தேன். ഞങ്ങൾ മധുരയിൽ ഒരു വാടക വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഒരു 4 or 5 years இருந்தேன் அந்த வீட்டில். ആ വീട്ടിൽ ഞങ്ങൾ 4-5 വർഷം ഞങ്ങൾ ഇവിടെ താമസിച്ചു. இப்போ அந்த வீடு நான் அங்கேருந்து ஷிஃப்ட் ஆகி நான் வேற ஒரு வீட்டுக்கு போயிட்டேன். ആ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇപ്പോൾ മാറി മറ്റൊരു വീട്ടിലേക്ക് മാറിയിരിക്കുന്നു. அந்த வீட்டுக்கு நான் அட்வான்ஸ் ஒரு 1 lakh rupees അഡ്വാൻസ് കൊടുത്തിരുന്നேன். ആ വീട്ടിൽ ഞങ്ങൾ താമസിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ അവർക്ക് 1 ലക്ഷം രൂപ അഡ്വാൻസ് ആയിട്ട് കൊടുത്തിരുന്നു. ഓക്കെ, நான் வீடு ஷிஃப்ட் பண்ணி வெக்கேட் பண்ணி நான் வெளியில் போகும்பொழுது, ഞാനിപ്പോൾ വീട് അവിടെ നിന്ന് മാറി അടുത്ത വീട്ടിലേക്ക് പോകുമ്പോൾ, அவங்க ஆரம்பத்தில் சொல்லியிருந்தாங்க, ஆரம்பத்தில் இனிஷியலாகவே அவங்க சொல்லியிருந்தது என்ன அப்படின்னா, வீடு நீங்கள் வெக்கேட் பண்ணும்பொழுது இன்னரை நீங்கள் வந்து കളറിങ് വൈറ്റ് പെയിൻറ്റിങ് കൊടുക്കണോ அப்படின்னாங்க. ഞങ്ങൾ അവിടെ താമസിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞിരുന്നു, നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് മാറിപ്പോകുമ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അകത്തുള്ള അകംഭാഗം നിങ്ങൾ അത് വൈറ്റ് വാഷ് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു.
எஸ், இது எல்லா இடத்துலையும் உண்டானது தான். ഇത് എല്ലായിടത്തും അങ്ങനെയുള്ളതാണ്. தமிழ்நாட்டில் அங்கே எல்லா இடத்துலையும் உண்டானது. തമിഴ്നാട്ടിൽ എല്ലായിടത്തും അങ്ങനെയുണ്ട്. ஓகே, ஐ அக்ரீட். ഞാൻ അതിന് സമ്മതിച്ചു. ஓகே, நான் இப்போ வீடு இப்போ காலி பண்ணுறேன். இப்போ நான் காலி பண்ணுறேன். ഞാനിപ്പോൾ വീട് അവിടെ നിന്ന് മാറി പോവുകയാണ്. என்னோட அட்வான்ஸ் அமௌண்ட் திரும்ப எவ்வளோ எடுத்துக்கணுமோ எடுத்துட்டு கொடுங்க அப்படின்னு கேட்குறேன். ഞാൻ അദ്ദേഹത്തോട് എൻ്റെ അഡ്വാൻസ് എമൗണ്ടിൽ നിന്ന് നിങ്ങൾ ഈ വീട് ഇതിൻ്റെ ആവശ്യത്തിന് വേണ്ടി പെയിൻറ്റ് ചെയ്യുന്നതിന് എത്ര വേണം എന്ന് വെച്ചാൽ അത് എടുത്തിട്ട് ബാക്കി തരാനായിട്ട് പറയുന്നു. நான் நினச்சேன் சும்மா ஒரு இன்னர் பெயிண்டிங் வாஷிங்க்கு ஒரு 15,000 அப்படின்னு நினச்சிருந்தேன். ഞാൻ ചിന്തിച്ചത് ഈ വീടിൻ്റെ അകം കഴുകുന്നതിന് അല്ലെങ്കിൽ അത് പെയിൻറ്റ് ചെയ്യുന്നതിന് ഒരു പക്ഷേ ഒരു 15,000 രൂപ അല്ലെങ്കിൽ 20,000 രൂപ അദ്ദേഹം എടുക്കും എന്നാണ് ചിന്തിച്ചത്. ഹാഫ് ഓഫ് ദ അമൗണ്ട് എടുത്തിട്ടാണ് അദ്ദേഹം 50,000 രൂപയും എടുത്തിട്ടാണ് ബാക്കിയാണ് തരുന്നത്. നിയർലി 42,000 എടുത്തിട്ടാണ്. അദ്ദേഹം ഏകദേശം പകുതി 42,000 രൂപ അദ്ദേഹം എടുത്തു. இந்த கிளீனிங் வரிசை என்னென்னமோ கிளீனிங்லாம் வரிசையாக போட்டாங்க. അദ്ദേഹം കുറേ ലിസ്റ്റ് ഉണ്ടാക്കി. ഈ ക്ലീനിങ് ആ ക്ലീനിങ് ഈ ക്ലീനിങ് എന്ന് പറഞ്ഞ് 42,000 രൂപയുടെ കണക്കും പറഞ്ഞു. ஓகே, 5 இயர்ஸ் இருந்தோம். இப்போ நம்ம 5 വർഷം അവിടെ താമസിച്ചാണ്. இப்போ நம்ம எப்படி வீட்டை விட்டு போக போகிறோம்? ഇപ്പം ഞാൻ എങ്ങനെയാണ് ഈ വീട്ടിൽ നിന്ന് മാറി അടുത്ത വീട്ടിലേക്ക് പോകുന്നത്? ஒரு கிறிஸ்டியன் ஸ்மெல், ஒரு கிறிஸ்டியன் ஃப்ராக்ரன்ஸ், கிரைஸ்ட் ஃப்ராக்ரன்ஸ், ஸ்வீட் அரோமாவை நம்ம மேனிஃபெஸ்ட் பண்ணிட்டு வெளியில் போகணும். இப்போ நம்ம ഇപ്പോൾ ഇവിടെ നിന്ന് മാറുമ്പോൾ ഒരു ക്രിസ്ത്യൻ നറുമണം, ആ ക്രിസ്തുവിൻ്റെ നറുമണം ഇവിടെ കൊടുത്തിട്ട് വേണം എനിക്ക് ഇവിടുന്ന് പുറത്തേക്ക് പോകാൻ. அந்த இடத்துல வழக்காடாமல் இருக்கிறது, சண்டை செய்யாமல் இருக்கிறது, போராடாமல் இருக்கிறது. അവിടെ ഞാനിപ്പോൾ അദ്ദേഹത്തോട് വാഗ്വാദമോ വഴക്കോ ചെയ്യാതെ അവിടെ നിന്ന് എനിക്ക് പുറത്തു പോകണം. ഫ്ലഷ് என்ன சொல்லுது அப்படின்னா ഫൈറ്റ് பண்ணணுங்குது. ജഡം എന്താണ് പറയുന്നത്? അദ്ദേഹത്തോട് ഒന്ന് ചോദിക്കണം. അദ്ദേഹത്തോട് ഈ കാര്യം ഇങ്ങനെ ചെയ്യുന്നത് അനീതിയാണെന്ന് അദ്ദേഹത്തോട് പറയണം. இதுக்கு எப்படி இப்படி போட்டீங்க, அதுக்கு எப்படி போட்டீங்க, இதுக்கு எப்படி போட்டீங்க அப்படின்ட்டு. എന്തിനാണ് നിങ്ങൾ ഈ ലിസ്റ്റിൽ ഈ കാര്യം ഇട്ടിരിക്കുന്നത്, ഇതിനെന്തിനാണ് ഇട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് വാഗ്വാദം ചെയ്യാനാണ് എൻ്റെ ജഡത്തിലെ പ്രേരണ. ஐ சென்ஸ் இன் மை ஸ்பிரிட், இது இட் வில் எண்ட் இன் குவாரல், அப்படிதான் முடியும் தெரிஞ்சிட்டேன். ഞാൻ അങ്ങനെ ചോദിക്കാനായിട്ട് ആരംഭിച്ചാൽ അത് ഒരു വഴക്കിൽ അവസാനിക്കും എന്ന് എനിക്ക് ആത്മാവിൽ മനസ്സിലായി. ഓക്കെ, മണി, പേപ്പർ മണി, ലീവ് ഇറ്റ്. പണമല്ലേ, അത് പേപ്പറാണ്, അത് പോകട്ടെ. കളർ പേപ്പർ, അത് കളർ പേപ്പറാണ്, അത് പൊക്കോട്ടെ. ஆமாம், அதில் கொஞ்சம் காந்தி கிந்தி அப்படியெல்லாம் போட்டு அதெல்லாம் போட்டு கலராக இருக்கு, அவ்வளோதான். கலர் பேப்பர், அவ்வளோதான். അത് കളർ പേപ്പർ, അതിനകത്ത് കുറച്ച് ഗാന്ധിയും അങ്ങനെ കുറേ ചിത്രങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളൂ. കളർ പേപ്പറാണ്. இந்த கலர் பேப்பர்னால நம்மளுடைய பீஸ் இழந்துடக்கூடாது. ഈ കളർ കടലാസ് കാരണം നമ്മുടെ സമാധാനം നഷ്ടപ്പെട്ടു പോകും. ஓகே, 5 இயர்ஸ் அந்த வீட்டில் நம்ம இருந்திருக்கிறோம். 5 വർഷം ഈ വീട്ടിൽ താമസിച്ചതാണ്. தேங்க்ஃபுல்லாக வெளியில் போகணும், നന്ദിയോടെ ഇവിടുന്ന് പുറത്തു പോകണം. ஓகே, அவங்கள பிளஸ் பண்ணிட்டு பீஸ்ஃபுல்லாக வெளியில் வந்தாச்சு. അപ്പോൾ അദ്ദേഹത്തെ അനുഗ്രഹിച്ച് സമാധാനത്തോടെ വീട്ടിൽ നിന്ന് പുറത്തു വന്നു. ஸோ இப்போ நமக்கு உள்ளார ஃப்ளஷில் வருதான்னு கேட்டால் ஃப்ளஷில் எல்லாமே வருது, ஃப்ளஷில் எல்லாம் வருது. ജഡത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൊങ്ങി വരുമോ എന്ന് ചോദിച്ചാൽ അതെല്ലാം വരും. നമ്മുടെ മാംസത്തിൽ ഇതൊക്കെ പൊങ്ങി വരും. தட்ஸ் த டைம் நாம் வெட்டிங் கார்மெண்ட்டில் என்ன செய்கிறோம்னு கேட்டால் அந்த ரைச்சஸ் ஆக்ட்ஸ் நம்ம வந்து கார்மெண்ட்டை நாம் தயாரிக்கிறோம். ആ സമയത്താണ് നാം ഈ നീതി പ്രവൃത്തികളാൽ നമ്മുടെ ഈ വിവാഹ വസ്ത്രം തുന്നേണ്ടത്. மறந்துடக்கூடாது, നിങ്ങളത് മറന്നു പോകരുത്. நாம் என்ன நினைச்சிரும் அப்படின்னா, இங்கே எப்படினாச்சும் ஒரு பிழைச்சிருவோம், அங்கே போனோடனே நல்லா தூக்கி கொடுப்பாங்க, நல்லா பெருசா വെഡിങ് ഗാർമെന്റ് நல்லா கொடுப்பாங்க அப்படின்னு. നിങ്ങളിങ്ങനെ ചിന്തിക്കരുത്. ഇവിടെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പം എങ്ങനെയെങ്കിലും ഒക്കെ അങ്ങ് ജീവിച്ചിട്ട് അവിടെ ചെല്ലുമ്പോൾ നല്ലൊരു പുതിയ വിവാഹ വസ്ത്രം നിങ്ങൾക്ക് ഇങ്ങനെ അങ്ങ് എടുത്തു തരും എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. இங்கெல்லாம் எப்படின்னு தெரியல, தமிழ்நாட்டிலலாம் மேரேஜ்லாம் போனால், வெட்டிங்லாம் போனால் பார்த்தா சில்க் சாரீலாம் சும்மா டாப் சில்க் சாரீலாம் சில இருக்கு. തമിഴ്നാട്ടിലൊക്കെ വിവാഹങ്ങൾക്കൊക്കെ പോയാൽ, ഇവിടെ എങ്ങനെയാണെന്ന് അറിയില്ല, അവിടെ വിവാഹങ്ങൾക്കൊക്കെ വളരെ വളരെ ഉയർന്ന തരത്തിലുള്ള സിൽക്ക് സാരികളാണ് അവിടെ ഉള്ളത്. அந்த வெட்டிங் அந்த பிரைடுக்கு எவ்வளோ ஒரு அப்படியே அந்த சில்க் சாரியை பார்த்த உடனே அப்படியே அன்னைக்கு அப்படிதான் போவாங்க அப்படி. അപ്പോൾ അവിടെയുള്ള ഈ മണവാട്ടി ഈ സിൽക്ക് സാരിയൊക്കെ കണ്ട് അങ്ങനെ ആ സിൽക്കിൽ പറന്നാണ് പോവുക. அருமையானவர்களே, പ്രിയമുള്ളവരെ, நமக்கு ஒரு காஸ்ட்லியான நல்ல சுத்த பிரகாசமான மெல்லிய வஸ்திரம் நமக்கு ஆயத்தமாக்கி கொண்டிருக்கிறது. പ്രിയമുള്ളവരെ, വളരെ വിലയേറിയ നേർമയുള്ള ഒരു വിശേഷ വിവാഹ വസ്ത്രം അവിടുന്ന് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നാം தான் அதை ப்ரிப்பேர் பண்றோம், அதை நாம் தான் மேக் பண்றோம். அதை ആ വിവാഹ വസ്ത്രം അവിടെ തയ്യാറാക്കുന്നതിന്റെ നൂൽ അത് നാം തന്നെയാണ് അത് നെയ്യുന്നത്. இந்த பூமியில் அதை மறந்துடக்கூடாது அந்த காரியத்தை. ഈ കാര്യം നാം അത് മറന്നു പോകരുത്. ஆண்டவரே, உம்முடைய வருகைக்கு நான் ஆயத்தமாயிட்டு இருக்கேன்.
പ്രിയമുള്ള കർത്താവെ, അങ്ങയുടെ വരവിനായിട്ട് ഞാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. வழக்காடாத ஒரு நீதி, காசு பணத்துக்காக வழக்காடாமல் இருக்கிறது. കർത്താവ്, ഈ ഭൂമിയിൽ ഞാൻ ആയിരിക്കുമ്പോൾ ഞാൻ പണത്തിനോ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയോ വഴക്കുണ്ടാക്കാത്ത ഒരു ജീവിതം. ഓക്കെ, മാത്യു 5 നാം തിരുപ്പും. നമുക്ക് മത്തായി 5-ാം അധ്യായത്തിലേക്ക് തന്നെ നമുക്ക് മടങ്ങിപ്പോകാം. മാത്യു ചാപ്റ്റർ 5. മത്തായി 5-ാം അധ്യായം. ഇതെല്ലാം அந்த വെഡിങ് ഗാർമെന്റ്സിൽ ഉള്ളതാണ് റൈച്ചസ് ആക്ട്സ്, നീതി എല്ലാം. ഇതെല്ലാം നമ്മുടെ വിവാഹ വസ്ത്രത്തിൻ്റെ നീതി പ്രവൃത്തികളാണ്. 28-ാം വചനത്തിൽ വാസിக்கிறோம். അവിടെ 28-ാമത്തെ വാക്യം ഇങ്ങനെ നാം വായിക്കുന്നു. ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവൻ എല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. അരുമയാനവர்களே, இந்த வார்த்தையை நாம் திரும்ப திரும்ப சபையில் நாம் கேட்டுக்கொண்டிருக்கிறோம். പ്രിയമുള്ളവരെ, ഈ ഒരു വാക്യം നാം ദൈവസഭയിൽ വീണ്ടും വീണ്ടും നാം കേട്ടുകൊണ്ടിരിക്കുന്ന വാക്യമാണ്. ഒരു സ്ത്രീ താണ്ടില്ല. இந்த பக்கம் നമ്പേഴ്സ് ചാപ്റ്റർ 5 വരുவோம். നമ്പേഴ്സ് ചാപ്റ്റർ 5. ഇത് സ്ത്രീ എന്ന് മാത്രമല്ല, നാം സംഖ്യാപുസ്തകം 5-ാം അധ്യായത്തിലേക്ക് നാം വരികയാണെങ്കിൽ സംഖ്യാപുസ്തകം 5-ാം അധ്യായം നോക്കുക. വേഴ്സ് 12 കൂടെ വാസിക്കണം. അവിടെ 12-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, വല്ല പുരുഷന്റെയും ഭാര്യ പിഴച്ച് അവനോട് ദ്രോഹിച്ച് ഒരുവനുடைய மனைவி பிறர் முகம் பார்த்து அப்படின்னு வாசிக்கிறோம். துரோகம் பண்ணி அப்படின்னு வாசிக்கிறோம். ഇവിടെ ഒരു പുരുഷന്റെ ഭാര്യ മറ്റൊരുത്തനെ മോഹിച്ച് അവനോട് ദ്രോഹം ചെയ്താൽ എന്നാണ് അവിടെ വായിക്കുന്നത്. ബൈബിളിലെ ഓൺലി സ്ത്രീയാണുകൾക്കും ആൺമകനുക്ക് മറ്റല്ല, പെണ്ണുക്ക് சொல்லப்பட்டிருக்கிற വാർത്ത. ഇത് പുരുഷന് മാത്രമല്ല സ്ത്രീക്കുമുള്ള ഒരു വാക്യമാണ്. ഒരുവനുடைய மனைவி பிறர் முகம் பார்த்து துரோகம் பண்ணி அப்படின்னு வாசிக்கிறோம். ഇവിടെ തമിഴിൽ അങ്ങനെയാണ്, ഒരുവന്റെ ഭാര്യ മറ്റൊരുത്തനെ മോഹിച്ച് പിഴച്ച് അവനോട് ദ്രോഹം ചെയ്താൽ. அப்ப പുരുഷനാ இருந்தாலும் சரி, மனைவியா இருந்தாலும் சரி, ഇവിടെ സ്ത്രീയാ இருந்தாலும் சரி, ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും, ஒரு ஸ்திரீயை இச்சையோடு பார்க்கிற எவனும் அல்லது ஒரு ஆண்மகனை இச்சையோடு பார்க்கிற எவனும் விபச்சாரம் செய்தாயிற்று. ഒരു സ്ത്രീയെ അല്ലെങ്കിൽ പുരുഷനെ മോഹത്തോടുകൂടെ നോക്കുന്ന എല്ലാവരും, ഏത് വ്യക്തിയും ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തു പോയി. ഇതിൽ இந்த വെഡിങ് ഗാർമെന്റിൽ இந்த നൂൽ இருக்கணும். നമ്മുടെ വിശേഷ വിവാഹ വസ്ത്രത്തിൽ ഈ ഒരു നൂല് ഉണ്ടാവണം. ഒരു നൂലല്ല, இந்த ഒരു വിഷയത്തിൽ thousands and thousands of നൂല് അതിൽ இருக்கணும். അതിൽ ഈ ഒരു കാര്യത്തിൽ തന്നെ നാം മോഹിക്കാതിരിക്കുന്നതിൽ തന്നെ നാം ആ കാര്യം ഗൗരവമായിട്ട് എടുക്കുമ്പോൾ ആയിരക്കണക്കിന് നൂലുകൾ നമ്മുടെ വിവാഹ വസ്ത്രത്തിൽ നാം നെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു നീതിனா ഒരു നൂലല്ല, അതിലെ പലായിരക്കണക്കാണ് നൂലുകൾ அந்த റൈച്ചസ് ആക്ട്സ് അതിൽ இருக்கணும். അതിൽ ഒരു നീതി എന്ന് പറയുമ്പോൾ അത് ഒറ്റ നൂലല്ല, ആ ഒരു നീതിയുടെ ഭാഗമായി ആയിരക്കണക്കിന് നൂലുകൾ കൊണ്ട് നാം വിവാഹ വസ്ത്രത്തെ നെയ്യുകയാണ്. സമയമായി என்னுடைய லோக்கல் ஸ்டேஷன்ல இருந்து, என்னுடைய திருக்காட்டுப்பள்ளி பக்கத்தில் உள்ள ஸ்டேஷன்ல இருந்து ஒரு தாம்பரத்துக்காக போயிருந்தேன். ഞാൻ ട്രെയിൻ ട്രാവൽ പണി. അടുത്തയിടെ തിരുക്കാട്ടുപള്ളിക്ക് അടുത്തുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞാൻ താമ്പരത്തേക്ക് ട്രെയിനിൽ യാത്ര ചെയ്തു. என்னுடைய பிள்ளைகளோட வீட்டுக்கு போகிறதுக்காக ட்ராவல் பண்ணியிருந்தேன். 4 hours ட்ராவல். அது ഞാൻ എൻ്റെ മക്കളുടെ വീട്ടിലേക്ക് പോകുവാനുള്ള 4 മണിക്കൂർ യാത്ര ട്രെയിനിൽ ബുക്ക് பண்ணியிருந்தேன். ഞാൻ ട്രെയിനിൽ ബുക്ക് ചെയ്തിരുന്നു. நான் என்னுடைய ஸ்டேஷனில் ஏறி அந்த சேர் கார் அந்த ட்ரெயினில் போய் ஏறி என்னுடைய சீட்டில் போய் உட்காரலான்னு போனேன். ഞാനപ്പോൾ ആ ടിക്കറ്റ് എടുത്തു, ട്രെയിനിൽ കയറി അവിടെ ആ ചെയർ കാറിൽ ഇരിക്കാനായിട്ട് എൻ്റെ സീറ്റിലേക്ക് ഞാൻ ഇരിക്കാനായിട്ട് പോയി. நான் என்னுடைய சீட் வந்து அந்த 3 பேர் கொண்டதான அந்த ட்ரெயின் சீட்டில் என்னுடைய சீட் மிடில் சீட்டாக இருந்துச்சு. 3 പേരിരിക്കുന്ന ആ ട്രെയിൻ സീറ്റ്, അതിൽ എൻ്റെ സീറ്റ് അതിൻ്റെ നടുക്കുള്ള സീറ്റാണ്. இந்த லெஃப்ட் சைடில் ஒரு யங் கேர்ள் உட்காந்துருக்கா. എൻ്റെ ഇടതുവശത്ത് ഒരു ചെറുപ്പക്കാരിയായ സ്ത്രീ, இந்த பக்கத்தில் ஒரு மிடில் ஏஜ் ஒரு லேடி உட்காந்துருக்காங்க. മറ്റേ വശത്ത് ഒരു മധ്യവയസ്കയായ സ്ത്രീ. இப்போ மிடில் சீட்டில் நான் போய் உட்காந்துட்டேன். ഞാൻ ഈ നടുക്കുള്ള സീറ്റിൽ പോയിരുന്നു. இன்னும் எனக்கு 4 hours ட்ராவல் இருக்கு. எடுப்பேன் 4 മണിക്കൂർ യാത്ര ചെയ്യണം. ടെംപ്ടേഷൻ, അവിടെ ശോധന. യെസ്, இந்த பக்கம் ஒரு யங் கேர்ள், இந்த பக்கம் ஒரு மிடில் ஏஜ். ഇവിടെ ஒரு യുവതി, ഇവിടെ ഒരു മധ്യവയസ്കയായ സ്ത്രീ. ஏறி உட்கார்ந்த உடனே
உள்ளார சீட்டை பார்த்து இப்படி உட்கார்ந்த உடனே என்ன முடிவு பண்ணிட்டேன் அப்படின்னா யோபு 31:1 தான் ஞாபகம் வந்தது. ഞാൻ സീറ്റിൽ ഇരുന്ന് ഉടനെ തന്നെ എനിക്ക് ഇയ്യോബ് 31 അധ്യായത്തിൻ്റെ 1 വാക്യമാണ് എനിക്ക് ഓർമ്മ വന്നത്. இந்த எங்கள் யோபு 31:1. ഈ ചെറുപ്പക്കാരിയായ സ്ത്രീ ഇയ്യോബ് 31:1. இந்த பக்கம் யோபு 31:9. ഇപ്പുറത്തെ സൈഡിൽ ഇയ്യോബ് 31:9 വാക്യം. எஸ், அப்படிதான் ஆவியானவர் அந்த சமயத்தில் காண்பிச்சு அந்த வசனத்தை பார்ப்போமே. ആ സമയത്ത് പരിശുദ്ധാത്മാവ് എന്നെ അങ്ങനെയാണ് കാണിച്ചത്. ആ വാക്യങ്ങളെ നമുക്ക് നോക്കാം. യോബ് 31 அதிகாரம் 1 வசனம். ഇയ്യോബ് 31:1 വാക്യം. ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു, പിന്നെ ഞാൻ ഒരു കന്യകയെ നോക്കുന്നത് എങ്ങനെ. ஓகே, அப்ப லெஃப்ட் சீட்ல இருக்கிறது யோபு 31:1. അപ്പോൾ ലെഫ്റ്റ് സീറ്റിലുള്ളത് ഇയ്യോബ് 31:1. ஓகே, അവിടെ ഒരു കന്യക. verse 9. 9 വാക്യം. എൻ്റെ ഹൃദയം ഒരു സ്ത്രീയിൽ ഭ്രമിച്ചു പോയെങ്കിൽ. ஓகே, அப்ப இந்த பக்கம் யோபு 31:9. അപ്പോൾ എൻ്റെ തൊട്ടപ്പുറത്ത് അത് ഇയ്യോബ് 31:9. இப்ப ரெண்டுத்துக்கு மிடில்ல இப்ப நான் உட்கார்ந்திருக்கேன். അപ്പോൾ അതിന്റെ രണ്ടിന്റെയും മധ്യത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. 4 hours travel பண்ணணும். 4 മണിക്കൂർ യാത്ര ചെയ്യണം. இப்போ நான் வெட்டிங் கார்மெண்ட் தயாரிக்கிற நேரம் இப்ப இது. ഇപ്പോൾ ഇത് വിവാഹ വസ്ത്രം തയ്യാറാക്കേണ്ട നേരമാണ്. மறந்துடக்கூடாது. നിങ്ങൾ மறந்து போகരുത്. நம் வெட்டிங் கார்மெண்ட் எல்லாம் நம்ம என்ன நினைச்சிட்டு இருக்கோம்னா வெட்டிங் கார்மெண்ட்னா அந்த சர்ச் பைபிள் இத மாதிரி சமயத்துல தான் அது பேசிட்டு இருக்கிறது. வெட்டிங் கார்மெண்ட் ட்ரெயின்ல போறப்ப வரணும். നാം ചിന്തിക്കുന്നത് നമ്മുടെ മീറ്റിങ്ങിൽ ഈ രീതിയിൽ നമ്മളിങ്ങനെ ഇവിടെ ഇരിക്കുമ്പം അവിടെയൊക്കെയാണ് നാം വിവാഹ വസ്ത്രം തയ്യാറാക്കുന്നത് എന്നാണ് നാം ചിന്തിക്കുന്നത്. അല്ല, വിവാഹ വസ്ത്രം തയ്യാറാക്കേണ്ടത് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴാണ്. யோபு 31:1 உடனே ஏறி உட்கார்ந்த உடனே யோபு 31:1 31:9. ஓகே, അപ്പൊ ഞാൻ അവിടെ ഇരുന്ന ഉടനെ തന്നെ പരിശുദ്ധാത്മാവ് ഇയ്യോബ് 31:1 31:9 എന്നെ ഓർപ്പിച്ചു. ஆவியானவர் உள்ளார் பேசிட்டார். പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തോട് സംസാരിച്ചു. என் ஆவியானவர் என்னென்ன பேசினார் சொல்றேன். പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ച കാര്യം ഞാൻ നിങ്ങളോട് പറയാം. நல்லா இப்படி தாராளமா உட்காராத, இப்படி ஒடுக்கி உட்காரு அப்படின்னார். പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ വിശാലമായിട്ട് അവിടെ ഇരിക്കാതെ നീ ഞെരുങ്ങി ഇരിക്കുക. இது எனக்குரிய சீட்டு தான் அது. എനിക്കുള്ള സീറ്റാണിത്. நான் தாராளமா உட்காரலான்ட்டு உட்காரக்கூடாது. இப்ப ഞാനിപ്പോ എനിക്ക് വളരെ വളരെ വിശാലമായിട്ട് ഇരിക്കാമെന്നുള്ള ചിന്തയോടുകൂടി ഞാൻ അവിടെ ഇരിക്കരുത്. നല്ല എക്സ്ക്യൂസ് பண்ணி நல்லா ஒடுக்கி உட்காரு. നീ വളരെ ഒതുങ്ങി ഞെരുങ്ങി അവിടെ ഇരിക്കുക. ഓക്കേ ലാർഡ്, ഞാൻ അങ്ങനെ ചെയ്യാൻ കർത്താവേ. அப்புறம் ஆவியானவர் பேசினார். അപ്പോൾ തുടർന്നും പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു. இந்த ரெண்டு பேருடைய முகத்தையுமே 4 மணி நேரம் நீ பார்க்க கூடாது. ஓகே அப்படின்னா ഈ 4 മണിക്കൂറും നീ ഈ ഇടത്തും വലത്തുമുള്ള രണ്ടുപേരുടെയും മുഖം നീ നോക്കരുത്. 4 hours 4 മണിക്കൂർ இந்த பக்கம் பார்க்க கூடாது, இந்த பக்கம் பார்க்க கூடாது. നീ ഈ ഭാഗത്തും നോക്കരുത്, ആ ഭാഗത്തും നോക്കരുത്. ഓക്കെ, ഏതോ ഇരുന്ന് പഠിച്ചിട്ട് ഞാൻ പാട്ട് പോയിട്ടേ ഇരുന്നേ. ഞാൻ എന്തൊക്കെയോ വായിച്ച് ഞാൻ അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരുന്നു. ഒരു 2 hours കழிച്ച് 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വട വിത്തിട്ട് പോകണം. വട വിത്തിട്ട് പോകാം. അപ്പോൾ വട വിൽക്കാനായിട്ട് ആൾ വന്നു. இந்த யங் கேர்ள் வடை வாங்குறா. അപ്പോൾ ഇതാ ഈ കന്യ ഇടതുവശത്തുള്ള ആ യുവതി വട വാങ്ങുന്നു. 2 വട വാങ്ങണം. 2 വട வாங்கிட்டு நான் அமைதியாக உட்காந்துட்டு இருக்கேன். ഞാനവിടെ ശാന്തമായിട്ടിരിക്കുകയാണ്. அப்போ அங்கேருந்து பக்கத்தில் கேட்குறாப்ப. അപ്പോൾ എന്നോട് അടുത്ത് നിന്ന് യുവതി ചോദിക്കുന്നു, என்னுடைய டாக்டர் வயசு தான் வச்சுங்க, என்னுடைய டாக்டர் வயசு தான். എൻ്റെ ഒരു മകളെ പോലെ, മകളുടെ പ്രായമേ ഉള്ളൂ. என் டாக்டர் வயசு கீழே தான் இருக்கும். എൻ്റെ മകളെക്കാട്ടിലും പ്രായം കുറഞ്ഞ ഒരു പെൺകുട്ടി. அப்போ கேட்குறா, அங்கிள் வடை சாப்பிட்றீங்களா? അങ്കിൾ വട കഴിക്കുന്നോ? இப்போ நான் பார்க்கல. இப்போ ഞാൻ നോക്കിയില്ല. இப்போ அவ தான் வடை கேட்குறாப்ப. അപ്പോൾ എന്നോട് ആ പെൺകുട്ടി എന്നോട് ചോദിക്കുകയാണ്. ഓ, അപ്പോൾ பார்த்துட்டு ஓகே வேணாம் நோ அப்படின்னு சொல்லக்கூடாது. അപ്പോൾ ഞാൻ അവളെ നോക്കി വേണ്ട എന്നും പറയണ്ട എന്നാണ് എനിക്ക് ആത്മാവ് എന്നെ പ്രേരിപ്പിച്ചത്. നോമാ, ഞാൻ നേരെ നോക്കിക്കൊണ്ട് മുഖം പാറാമൽ ഞാൻ മുഖം നോക്കാതെ വേണ്ട മകളെ, വേണ്ടാമ, വേണ്ട, ഓക്കേ താങ്ക് യു, നന്ദി. ഓക്കേ 4 hours ഇറങ്ങിடுச்சு. 4 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഇറങ്ങി. എൻ ബാഗ് എടുത്തിട്ട് ഞാൻ ഇറങ്ങിട്ട് വന്നിട്ട് എൻ്റെ ബാഗ് എടുത്ത് ഞാൻ ഇറങ്ങി വന്നു. ഇത് എന്നാ ടൈം? ഇത് ഈ 4 മണിക്കൂർ എന്തിൻ്റെ സമയമാണ്? வெட்டிங் கவர்மெண்ட்ல நம்மளுடைய ரைச்சியஸ்னஸ் ஆக்ட்ஸ் அந்த த்ரெட் போட்ட நேரம் அது. എൻ്റെ വിവാഹ വസ്ത്രത്തിൻ്റെ നൂലുകൾ നെയ്തുകൊണ്ടിരുന്ന ഒരു സമയമാണ് ഈ 4 മണിക്കൂർ നേരം. അരുമയാനവர்களே, ആകായത്തിൽ സെലവ് பண்ணக்கூடாது. പ്രിയമുള്ളവരെ, ആകാശത്തിൽ മുഷ്ടിയുദ്ധം ചെയ്യുന്നത് പോലെ ആയിരിക്കരുത് നമ്മുടെ ക്രിസ്തീയ ജീവിതം. நம்மளுடைய
ட்ரூத் அத்தனையுமே ப்ராக்டிக்கல் லைஃப்ல நாம் கொண்டு போயிடணும். നാം കേൾക്കുന്ന സത്യങ്ങളൊക്കെ നമ്മുടെ പ്രായോഗിക ജീവിതത്തിലേക്ക് നാം കൊണ്ടുവരണം. இந்த நாட்கள்ல ഈ നാളുകളിൽ எவ்வளவோ புருஷர்களை குறித்து கேள்விப்படுகிறோம், எவ்வளவோ வாலிப பிள்ளைகளை குறித்து நாம் கேள்விப்படுகிறோம். എത്രയോ ഭർത്താക്കന്മാരെ കുറിച്ച്, എത്രയോ ചെറുപ്പക്കാരായ യുവതികളെ കുറിച്ച്, ചെറുപ്പക്കാരെ കുറിച്ചൊക്കെ നാം കേട്ടുകൊണ്ടിരിക്കുന്നു. மனைவிக்கு துரோகம் பண்ணுகிறவர்கள், ഭാര്യയ്ക്ക് ദ്രോഹം ചെയ്യുന്ന ഭർത്താക്കന്മാർ, தங்களுடைய சொந்த சரீரத்துக்கு விரோதமாய் பாவம் செய்கிறவர்கள், തങ്ങളുടെ സ്വന്തം ശരീരത്തെ പാപത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നവർ, கண்களில் உடன்படிக்கை செய்யாதவர்கள், கண்களில் உடன்படிக்கை செய்யாதவர்கள், കണ്ണിനോട് നിയമം ചെയ്യാത്തവർ, போர்னோக்கு அடிக்டா இருக்கிறவர்கள், അശ്ലീല ചിത്രങ്ങൾക്ക് അടിമയായവർ. எஸ், அவர்களெல்லாம் யார் யாரெல்லாம் நேக்கட்னஸ் பார்க்குறாங்களோ அவர்களெல்லாம் நித்தியத்தில் நேக்கடா இருப்பாங்க. മറ്റുള്ളവരുടെ നഗ്നതയെ കാണുവാനായിട്ട് ഈ ഭൂമിയിൽ ഇരിക്കുമ്പോൾ ആഗ്രഹിക്കുന്ന എല്ലാവരും തന്നെ നിത്യതയിൽ അവർ ദൈവത്തിന് മുമ്പാകെ ലജ്ജിക്കേണ്ടി വരും, നഗ്നരായി കാണപ്പെടും. Yes, Revelation chapter 16, again we'll turn back to നമുക്ക് Revelation chapter 16 verse 15. നാം വീണ്ടും വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. Please read. ഞാൻ കള്ളനെ പോലെ വരും, തൻ്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. தன் மானம் காணப்படத்தக்கதாக நிர்வாணமாய் நடவாதபடிக்கு விழித்துக் கொண்டுன்னு வாசிக்கிறோம். അവിടെ തൻ്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക, തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ. அவர்கள் அன்னைக்கு யார் யாரெல்லாம் இந்த பூமியில யார் யாரெல்லாம் இந்த எஸ்பெஷலி திஸ் ஏரியா, இந்த ஏரியாவில் தன் கண்களில் ஒரு உடன்படிக்கை செய்து கொள்ளாதபடிக்கு போர்னோவை, அசுசியை, ஆபாசத்தில் நிர்வாணத்தை காண்கிறார்களோ அந்த நித்திய நாளிலே அவர்கள் நிர்வாணமாய் കാണപ്പെടുவார்கள். പ്രത്യേകിച്ച് ഈ മേഖലയിൽ തങ്ങളുടെ കണ്ണുമായിട്ട് ഒരു ഉടമ്പടി ചെയ്യാതെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അശ്ലീലം കാണുകയും ആഭാസം കാണുകയും ആ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ നിത്യതയിൽ നിൽക്കുമ്പോൾ അവിടെ ദൈവമുമ്പാകെ അവർ നഗ്നരായി കാണപ്പെടും, അവിടെ ലജ്ജിക്കേണ്ടി വരും. യെസ്, ജാഗ്രത. ഇവിടെ നാം വിഴിത്തുകൊള്ളണം. ഇവിടെ പറയുന്നത് നാം സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളണം എന്നാണ്. ആണ്ടവരേ, കണ്ണുകൾ ഞാൻ ഉടമ്പടിക്ക് പண்றேன். കർത്താവേ, ഞാൻ എൻ്റെ കണ്ണുകളോട് ഞാനൊരു നിയമം ചെയ്യട്ടെ. ചിലരെല്ലാം സീക്രട്ടാ മൂവി பார்க்கிறவர்கள், ചിലരെല്ലാം രഹസ്യമായിട്ട് സിനിമ കാണുന്നവരാണ്. മിഡ് നൈറ്റിലെ സീക്രട്ടിലെ മൂവി பார்க்கிறவர்கள், അർദ്ധരാത്രിക്ക് ആരും കാണാതെ രഹസ്യമായിട്ട് സിനിമ കാണുന്നവർ. മனைவிக்கு தெரியாத സീക്രട്ട് ആഭാസമായി മൂവി பார்க்கிறவர்கள், ഭാര്യയ്ക്ക് അറിയാതെ രഹസ്യമായിട്ട് അശ്ലീലം കാണുന്നവർ. அல்லது பெற்றோருக்கு தெரியாதபடிக்கு வாலிப பிள்ளைகள் இப்படிப்பட்ட மூவிஸ் பார்க்கிறவர்கள். മാതാപിതാക്കൾക്ക് അറിയാതെ ഇരുട്ടിൽ ഈ രീതിയിൽ മറഞ്ഞിരുന്ന് ഈ തരത്തിലുള്ള ആഭാസങ്ങളും അശ്ലീലങ്ങളും കാണുന്ന മക്കൾ. இவர்கள் தங்களுடைய வஸ்திரத்தை என்ன செய்யலன்னா ஆயத்தப்படுத்தல. ഇവരാരും തങ്ങളുടെ വസ്ത്രത്തെ തയ്യാറാക്കുകയല്ല ചെയ്യുന്നത്. அருமையானவர்களே, நம்ம வஸ்திரத்தை நாம் காத்துக்கொள்ளணும், வஸ்திரத்தை நாம் ஆயத்தப்படுத்தணும். പ്രിയമുള്ളവരെ, നാം നമ്മുടെ വിവാഹ വസ്ത്രം നാം തയ്യാറാക്കണം. ഒരു കാര്യത്തെ കുറിച്ച് ഞാൻ சொல்ல விரும்புகிறேன். ഞാൻ ഒരു കാര്യത്തെ കുറിച്ച് നിങ്ങളോട് പങ്കുവയ്ക്കട്ടെ. മാർക്ക് ചാപ്റ്റർ 5, മർക്കോസ് 5-ാം അധ്യായം. மார்க் அந்த ജീസസ് ഒരു കദരേനർ പകുതിക്ക് ഉള്ളറ വந்தார். അവിടെ ഗദരദേശത്തിലേക്ക് യേശു വന്നതിനെക്കുറിച്ച് മർക്കോസ് 5-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. 2-ാം വചനത്തിൽ വാസിக்கிறோம். അവിടെ 2-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, അங்கே അശുദ്ധ ആവിയുള്ള ഒരു മനുഷ്യൻ அப்படின்னு വാസിக்கிறோம். അവിടെ 2-ാം വാക്യത്തിൽ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനെ കുറിച്ച് നാം വായിക്കുന്നു. ബൈബിളിൽ ഈവിൽ സ്പിരിറ്റ് அப்படின்னு சொல்லப்பட்டிருக்கு, അൺക്ലീൻ സ്പിരിറ്റ് എന്ന് சொல்லப்பட்டிருக்கு. വേദപുസ്തകത്തിൽ പൊല്ലാத ആവി, അശുദ്ധാവി, ദുഷ്ടാത്മാവ്, അശുദ്ധാത്മാവ്, ഇങ്ങനെ രണ്ട് രീതിയിൽ പരാമർശിച്ചിട്ടുണ്ട്. ഇങ്ങ சொல்லப்பட்டிருக்கிறது ഒരു അൺക്ലീൻ സ്പിരിറ്റ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു അശുദ്ധാത്മാവുള്ള മനുഷ്യൻ എന്നാണ്. അത് എന്നാ അൺക്ലീൻ സ്പിരിറ്റ്? അതെന്താണ് ഈ അശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ? ഏതെല്ലാം യാരെല്ലാം മാസ്റ്റർബേഷനിൽ ഇൻഡൽജ് ആയിരിക്കാറുള്ളോ അവരെല്ലാം അൺക്ലീൻ സ്പിരിറ്റ്സ്. ആരൊക്കെ സ്വയം ഭോഗത്തിൽ ആ രീതിയിൽ ഏർപ്പെടുന്നു അവരൊക്കെ ഈ അശുദ്ധ ആത്മാവുള്ളവരാണ്. யாரெல்லாம் ஹோமோல அடிக்ட் ஆயிருக்கார்களோ அன்க்ளீன் ஸ்பிரிட்ஸ். ആരെല്ലാം
സ്വർഗ ഭോഗത്തിൽ ഏർപ്പെടുന്നുവോ അവരെല്ലാം ഈ അശുദ്ധാത്മാവുള്ളവരാണ്. யார் யாரெல்லாம் போர்னோல அடிக்ட் ஆயிருக்கார்களோ அவர்களெல்லாம் அன்கிளீன் ஸ்பிரிட்ஸ். அதெல்லாம் ആരൊക്കെ അശ്ലീല വൈകൃതങ്ങളിൽ അവർ അഡിക്റ്റ് ആയിരിക്കുന്നു, അതിൽ അകപ്പെട്ടിരിക്കുന്നു, അവരൊക്കെ ഈ അശുദ്ധാത്മാവുള്ളവരാണ്. எங்கெங்கெல்லாம் செக்சுவல் பெர்வர்ஷன், செக்சுவல் இம்மாரல் சின்ஸ் இருக்கோ அங்கெல்லாம் அன்கிளீன் ஸ்பிரிட்ஸ் எல்லாம். എവിടെയൊക്കെ ഈ രീതിയിലുള്ള ലൈംഗിക വൈകൃതങ്ങളുണ്ട്, ആ രീതിയിലുള്ള അശ്ലീലങ്ങളുണ്ട്, അവിടെയൊക്കെ ഈ ഒരു അശുദ്ധാത്മാവുണ്ട്. ഫോർനിക്കേഷൻ, അഡൾട്ടറസ് സ്പിരിറ്റ് എല്ലാമേ അൺക്ലീൻ സ്പിരിറ്റ്സ് എല്ലാം. അവിടെയുള്ള വിവാഹേതര ഈ ബന്ധങ്ങൾ, ഇങ്ങനെയുള്ള വ്യഭിചാരം, ഇതൊക്കെ അശുദ്ധാത്മാവാണ്. ഈവിൽ സ്പിരിറ്റ്, ദുഷ്ടാത്മാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? മർഡർ സ്പിരിറ്റ്, അവിടെ കൊല ചെയ്യുന്ന ആത്മാവ്, കോപപ്പെടുന്നത്, കോപിക്കുന്നത്, വയലൻസ് ടെമ്പർ, അവിടെ വളരെ വളരെ പൊട്ടിത്തെറിക്കുന്ന കോപം, അല്ലെങ്കിൽ സസ്പീഷ്യസ് സ്പിരിറ്റ്, അല്ലെങ്കിൽ സംശയത്തോടുകൂടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, ഇതെല്ലാം ഈവിൽ സ്പിരിറ്റ്സ്. ഇതെല്ലാം നമുക്ക് ദുഷ്ടാത്മാവ് എന്ന് പറയാം. ஆனால் இங்க உள்ள ஒரு மனுஷன் அன்கிளீன் ஸ்பிரிட் பொசஸர். அவன் ഇവിടെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ, അവൻ അശുദ്ധാത്മാവുള്ള മനുഷ്യനായിരുന്നു. ஜீசஸ் அவனை ஹீல் பண்ணார் பார்க்கிறோம். യേശു അവനെ സൗഖ്യമാക്കി എന്ന് നാം വായിക്കുന്നു. அவன் என்ன பண்ணி வச்சிருந்தான் அப்படின்னா, അവൻ എന്താണ് ചെയ്തത്? அவனுடைய വസ്ത്രത്തെ കളയ്ത്തിരുന്നാൻ, അവനെ നിർവാണമാക്കിയിരുന്നാൻ. അവന്റെ വസ്ത്രം എല്ലാം ഉരിഞ്ഞ് അവൻ നഗ്നനായി നടന്നു എന്ന് നാം വായിക്കുന്നു. യേശു അവൻ തன்னுடைய ഗാർമെന്റ് தான் எடுத்து தன்னுடைய ஓவர் கோட்டை தான் ஜீசஸ் கொடுத்திருந்திருப்பார். യേശു തന്റെ പുറം വസ്ത്രം എടുത്ത് അവന് കൊടുത്തിട്ടുണ്ടാകും എന്ന് ഞാൻ ചിന്തിക്കുന്നു. அப்ப இந்த காரியத்தில் நான் ஒன்னு பார்க்க முடியுது. ഇവിടെ നിന്ന് നമുക്കൊരു കാര്യം കാണുവാനായിട്ട് കഴിയും. இந்த அன்கிளீன் ஸ்பிரிட் என்ன செய்யுது அப்படின்னா நேக்கட்னஸ் தான் விரும்புது. ഈ ഒരു അശുദ്ധാത്മാവിന്റെ സ്വഭാവം അത് എപ്പോഴും നഗ്നതയെ അത് ആഗ്രഹിക്കുന്നു. அல்லது நேக்கட் பண்றது, அல்லது நேக்கட்னஸ் பார்க்கிறது விரும்புறது. അത് സ്വയം നഗ്നനാകുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നഗ്നതയെ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്ന അശുദ്ധ ആത്മാവ്. ഒരു few years back, ചില വർഷങ്ങൾക്ക് മുമ്പ് என்னுடைய வீட்டுக்கு என்னுடைய ஒய்ஃபினுடைய ரிலேட்டிவ் ஒருத்தவங்களை வீட்டுக்கு அழைச்சிட்டு வந்தாங்க. ஒரு 7 o'clock போல. ഞാൻ ഒരു 7 മണിയോടെ എൻ്റെ ഭാര്യയുടെ ഒരു ബന്ധുവിനെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. கொஞ்சம் ஏதோ சம் பொசிஷன் அப்படிங்கிறது போல ஒரு சந்தேகத்தோட வீட்டுக்கு அழைச்சிட்டு வந்தாங்க. എന്തോ ഒരു പിശാചിൻ്റെ ഒരു ബാധയുണ്ട് എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. நான் பொதுவாக வீட்டுக்கு நான் என்கரேஜ் பண்ணுறதில்ல, சர்ச்சுக்கு தான் போக சொல்லுவேன். സാധാരണ ഞാൻ വീട്ടിലേക്ക് വരുവാനായിട്ട് ആ രീതിയിൽ പ്രോത്സാഹിപ്പിക്കാറില്ല, സഭയിലേക്ക് ആണ് കൊണ്ടുവന്ന് ഇപ്രകാരം പ്രാർത്ഥിക്കാറുള്ളത്. அவங்க கொஞ்சம் ரிலேட்டிவாக இருந்ததுனால ஒரு 7 மணி போல் வீட்டுக்கு வந்துட்டாங்க. ഒരു ബന്ധുവായിരുന്നതുകൊണ്ട് ഏകദേശം 7 മണിയോടെ വീട്ടിലേക്ക് വന്നു. ഒരു 40+ ഒരു യങ് ലേഡി, അത് 40-ലധികം വയസ്സ് പ്രായമുള്ള ഒരു യുവതിയായ സ്ത്രീ. கொஞ்ச நேரம் பேசிட்டே இருந்தேன். കുറച്ച് സമയം സംസാരിച്ചു കൊണ്ടിരുന്നു. என்னுடைய ஒய்ஃப் இருந்தாங்க, എൻ്റെ ഭാര്യ അവിടെ ഉണ്ടായിരുന്നു. அவங்களோட கூட்டு வந்த இன்னொரு லேடி இருந்தாங்க. അവിടെ ഇവളെ കൂട്ടിക്കൊണ്ടുവന്ന മറ്റൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ஒரு few minutes தான் பேசி ஜீசஸ் குறித்து ஏதோ 2 வார்த்தை பேசிட்டு தான் இருந்தேன். യേശുവിനെ കുറിച്ച് 1-2 കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നു. ஒரு விதமான ஒரு சிரிப்பு என்னை பார்த்து சிரிச்சாப்ல. என்ன ഒരു പ്രത്യേകതരം ചിരി എന്നെ നോക്കിക്കൊണ്ട് ചിരിക്കുന്നത് കണ്ടു. ஆல் ஆஃப் தி சடன் டக்குன்னு நான் எதிர்பார்க்காத சமயத்தில் டக்குன்னு மேலே இருந்ததான ட்ரெஸ்ஸை டக்குன்னு கழட்டிட்டாப்ல. ഞാൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് പെട്ടെന്ന് തൻ്റെ മേൽവസ്ത്രം ഉരിഞ്ഞു എടുത്തു മാറ്റി. உடனே ஒய்ஃப் மற்றவங்க கண்ட்ரோல் பண்ணிட்டாங்க. ഉടനെ ഭാര്യയും മറ്റേ സ്ത്രീയും അവളെ നിയന്ത്രിച്ചു. that day I found out. ആ ദിവസം എനിക്ക് മനസ്സിലായി, these unclean spirits, ഇത് അശുദ്ധ ആത്മാവാണ്. என்ன அப்படின்னா நேக்கட் பண்றது, അത് നഗ്നയാകുവാനായിട്ട് ആഗ്രഹിക്കുന്നു, அல்லது நேக்கட்னஸ் பார்க்க விரும்புறது, അല്ലെങ്കിൽ ഈ നഗ്നത കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പ്രിയമാനവர்களே, நாம் ஜாக்கிரதையா இருப்போம். പ്രിയമുള്ളവരെ, നാം വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം. சில புருஷர்கள், சில வாலிபர்கள் இதுல போய் இன்டெலிஜ் ஆயிடுறாங்க. அதுல ചില ഭർത്താക്കന്മാർ, ചില ചെറുപ്പക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർ വ്യാപൃതരാകുന്നു, മുഴുകുന്നു. They will be easily possessed by such unclean spirits. അങ്ങനെയുള്ളവർ അതിൽ തുടർമാനമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ വളരെ എളുപ്പത്തിൽ ഈ ഒരു അശുദ്ധാത്മാവ് അവരെ ബാധിക്കും. இன்னொரு இடத்துல ஒரு மீட்டிங் நடந்துட்டு இருந்தது. ஒரு மீட்டிங், മറ്റൊരു സ്ഥലത്ത് ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. அன்னைக்கு அது ஒரு பிரெட் பிரேக்கிங் சர்வீஸ். அது അന്ന് അവിടെ അപ്പം നുറുക്കുന്ന ഒരു ശുശ്രൂഷയാണ് നടക്കുന്നത്. மிடில் ஆஃப் தி மீட்டிங்ல ஒரு யங் மேன் எழுந்திருச்சான். ആ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ അവിടെ എഴുന്നേറ്റു. ஸ்டாப் இட்,
who is Jesus, stop it அப்படின்னா. എഴുന്നേറ്റിട്ട് നിങ്ങൾ നിർത്ത്, ആരാണ് യേശു, നിങ്ങൾ നിർത്ത് എന്ന് പറഞ്ഞു. I was shocked. എനിക്ക് പെട്ടെന്ന് ഒരു ഞെട്ടലുണ്ടായി. அங்குள்ள லோக்கல் எல்டர்ஸ் அப்படியே அழைச்சிட்டு ரூமுக்கு போயிட்டாங்க. അവിടെയുള്ള പ്രാദേശിക സഭയിലെ മൂപ്പന്മാർ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് റൂമിലേക്ക് പോയി. மீட்டிங் முடிச்சதுக்கு அப்புறம் போய் நான் பார்த்தேன். മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു. We prayed for that young boy. ആ ചെറുപ്പക്കാരനായ യുവാവിന് വേണ്ടി പ്രാർത്ഥിച്ചു. Our parents കണ്ണീരോട് சொன்னாங்க. മാതാപിതാക്കൾ കണ്ണീരോടുകൂടെ എന്നോട് ഈ പ്രകാരം പറഞ്ഞു. என்ன ப்ராப்ளம், இது സൈക്കാട്രിക് ப்ராப்ளமான்னு கேட்டேன். ഞാൻ ചോദിച്ചു, ഇതെന്താണ്, വല്ല മാനസിക വിഭ്രാന്തിയാണോ? പോർണോ അഡിക്റ്റ്. ഈ ഒരു ചെറുപ്പക്കാരൻ അവൻ അശ്ലീല ചിത്രങ്ങൾക്ക് അടിമയാണ്. ഓ, அருமையானவர்களே, പ്രിയമുള്ളവരെ, തൊട്ടதையும் പുളങ്കണதையும் ഉങ്ങളോട് சொல்றேன். ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ തൊട്ടതും ഞാൻ കണ്ടതും ആയ കാര്യങ്ങളാണ്. So beware of such spirits. ഇങ്ങനെയുള്ള ആത്മാക്കളെ, അശുദ്ധാത്മാക്കളെ കുറിച്ച് നിങ്ങൾ വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം. Not even once அப்படின்னு முடிவு பண்ணினோம். determine, we should determine in our heart. Not even once அப்படின்னு. ഒരിക്കൽ പോലും ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഞാൻ ഇടപഴകുകയില്ല എന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ നിർണയം ചെയ്യണം. ഒരു തടവ பார்த்துட்டு அதுக்கு அப்புறம் என்ன ஆயிடுனா once or twice அப்படி போயிட்டே இருக்கும். அது ഒരു പ്രാവശ്യം നിങ്ങൾ കണ്ടാൽ രണ്ടാമത്തെ പ്രാവശ്യം, മൂന്നാമത്തെ പ്രാവശ്യം അത് വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഉള്ളാരെ എളുപ്പുണ്ട് പോയിടുവാ നാം. നിങ്ങളെ ആ രീതിയിൽ വലിച്ച് അതിൽ പെടുത്തിക്കളയും. beware of such spirits. അങ്ങനെയുള്ള ആത്മാക്കളെ കുറിച്ച് നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കുക. ജീസസ് ഒരേ വാർത്തയിൽ മുടിച്ചിട്ടാரு, ഇച്ഛയോട് പാർக்கிற എവനും വിഭചാരം அப்படிட்டாரு. യേശുക്രിസ്തു ഒറ്റ വാക്കിൽ ഈ കാര്യം പറഞ്ഞു നിർത്തി, മോഹത്തോടുകൂടെ നോക്കുന്ന ഏവനും. അപ്പൊ നാം കണ്ണുകളോട് കൂടെ എവ്വളവ് നാം ഉടൻപിടിക്ക பண்ணியிருக்கணும். നാം നമ്മുടെ കണ്ണുകളോട് എത്രയധികം നാം ഒരു നിയമം ചെയ്യണം. നമ്മുടെ മனைவிக்கு എവ്വളവ് ഉണ്മ ഉള്ളവരുള്ളா இருக்கணும். നമ്മുടെ ഭാര്യയോട് നാം എത്ര അധികം വിശ്വസ്തത പുലർത്തണം. சில നാം പകൽ കാലത്തിൽ നാം ഉണ്മ ഇല്ലാதனால சில രാക്കാലത്തിൽ என்ன வருதுன்னா കനവെല്ലാം വരുது. പകലിൽ ആളുകൾ അവർക്ക് ഈ കാര്യങ്ങളിലൊന്നും ഒരു വിശ്വസ്തത ഇല്ലാത്തത് കൊണ്ടാണ് രാത്രിയിൽ ഈ മോശമായ സ്വപ്നങ്ങൾ കാണുന്നത്. எப்படி வர முடியுங்கற, எப்படி வரக்கூடும், வேற ஒரு ஸ்திரீ எப்படி வரக்கூடும்? രാത്രിയിൽ സ്വപ്നത്തിൽ എങ്ങനെയാണ് മറ്റൊരു സ്ത്രീ വരിക? സഭയിലെ ഉള്ള ഒരു സ്ത്രീ எப்படி வர முடியுங்கற, സഭയിലുള്ള മറ്റൊരു സ്ത്രീ എങ്ങനെ നിങ്ങളുടെ സ്വപ്നത്തിൽ വരും? அல்லது வேலை ஸ்தலத்தில் உள்ளதான ஒரு ஆப்போசிட் ஜெண்டர் எப்படி வர முடியும்? അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്തുള്ള എതിർലിംഗത്തിലുള്ള ഒരു വ്യക്തി എങ്ങനെ നിങ്ങളുടെ സ്വപ്നത്തിൽ വരാനിടയാകും? அல்லது ஒரு வாலிப பையனுக்கு எப்படி இப்படிப்பட்டதான ஸ்திரீகள்லாம் வர முடியுங்கற സ്വപ്നത്തിൽ? ഒരു സ്വപ്നത്തിൽ ഒരു ചെറുപ്പക്കാരന് സ്ത്രീകൾ എങ്ങനെ താൻ സ്വപ്നം കാണുന്നതിന്റെ കാരണം എന്താണ്? அப்ப என்ன அர்த்தம்னா பகற்காலத்தில் என்ன வரல, டே டு டே லைஃப்ல அவர் faith, they are not faithful in their eyes. കാരണം എന്താണ്? അവര് ദൈനംദിന ജീവിതത്തിലുള്ള പകലിൽ അവര് തങ്ങളുടെ കണ്ണുകളോട് ഒരു നിയമം ചെയ്തിട്ടില്ല, അവർ വിശ്വസ്തരല്ല. യെസ്, വെഡിങ് ഗാർമെന്റിലുള്ള ത്രെഡ് അല്ല. പ്രിയമുള്ളവരെ, ഇതൊക്കെ വിവാഹ വസ്ത്രത്തിന്റെ നൂലുകളാണ്. இந்த விஷயத்தில் நாம் பிரியமானவர்களே நம்மை நாம் சுத்திகரித்துக் கொள்வோம். പ്രിയമുള്ളവരെ, ഈ കാര്യത്തിൽ നമുക്ക് നമ്മെ തന്നെ ശുദ്ധീകരിക്കാം. அவரை நான் தரிசிப்பேன், அவர் இருக்கிற வண்ணமாகவே இருந்து அவரை நான் தரிசிப்பேன் அப்படிங்கிற ஒரு நம்பிக்கை உள்ள எவனும் தன்னை சுத்திகரித்துக் கொள்கிறான். അവൻ ആയിരിക്കുന്നത് പോലെ കർത്താവിനെ നാം കാണും എന്ന് ആ പ്രത്യാശയുള്ള ഏവനും തന്നെ തന്നെ ശുദ്ധീകരിക്കും എന്ന് നാം വായിക്കുന്നു. அந்த பரிசுத்தரை நான் காண்பதற்கு என் கண்களை எவ்வளவு பரிசுத்தமா நான் காத்துக்கொள்ளணும். ആ പരിശുദ്ധനായ കർത്താവിനെ കാണുന്നതിന് എൻ്റെ കണ്ണുകൾ ഞാൻ എത്ര വിശുദ്ധിയോടെ സൂക്ഷിക്കണം. യെസ്, one more area. മറ്റൊരു മേഖല, righteous acts of the saints. ഇത് വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. മണി മാറ്റേഴ്സ്ല പണപരമായ കാര്യങ്ങൾ. ഒരു കാര്യത്തെ ഞാൻ சொல்ல விரும்புகிறேன். ഞാൻ ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. ജെറമിയ chapter 22. യെരമ്യാവ് 22-ാം അധ്യായം. യെരമ്യാവിൻ പുസ്തകം ജെറമിയ ഇസ്രായേലൈറ്റ്സ് കുറിച്ചതാണ് ഒരു ചാർജ്. ഇസ്രായേൽ മക്കളോട് ദൈവത്തിന്റെ ആത്മാവ് യെരമ്യാവിലൂടെ സംസാരിക്കുന്ന ഈ മുന്നറിയിപ്പിന്റെ വാക്കുകൾ verse 13 and 14 കുറിച്ച് വാസിக்கிறோம். അവിടെ 13ഉം 14ഉം വായിക്കുന്നു. നീതികേട് കൊണ്ട് അരമനയും അന്യായം കൊണ്ട് മാളികയും പണിത് കൂട്ടുകാരനെ കൊണ്ട് വേല ചെയ്യിച്ച് കൂലി കൊടുക്കാതിരിക്കുകയും ഞാൻ വിസ്താരമുള്ള അരമനയും വിശാലമായ മാളികയും പണിയും എന്ന് പറഞ്ഞ് കിളിവാതിലുകളെ വീതിയിൽ തീർക്കുകയും ദേവദാരു കൊണ്ട് തട്ടിടുകയും ചായല്യം കൊണ്ട് ചായമിടുകയും ചെയ്യുന്നവന് അയ്യോ കഷ്ടം. ജീസസ് ഗാഡ് ഇസ്രായേലர்களுடைய காரியத்தை God பார்த்திருக்கார் பாருங்க, தேவன் பார்த்திருக்கிறார். ഇവിടെ ഇതാ ഇസ്രായേൽ മക്കൾ ചെയ്തുകൊണ്ടിരുന്ന ഈ കാര്യം ദൈവം അത് കണ്ടിരിക്കുന്നു. அவர்கள் எப்படி வீடு கட்டுறாங்கன்னு பார்க்கறார்.
അവരെങ്ങനെയാണ് വീട് പണിയുന്നതെന്ന് ദൈവം നോക്കും. அவருடைய மேலறைகள் எல்லாம் ஃபர்ஸ்ட் ஃப்ளோர் செகண்ட் ஃப்ளோர்ல எப்படி எல்லாம் கட்டறாங்கங்கறதெல்லாம் பார்க்கறார். അവിടെ ആ 1-ാം നില 2-ാം നില അതൊക്കെ എങ്ങനെയാണ് പണിയുന്നതെന്ന് ദൈവം നോക്കുന്നു. நல்ல விஸ்தாரமான வீட்டை கட்டுகிறார்கள். അവര് ഇതാ വളരെ വിശാലമായ വീടാണ്, മാളികയാണ് പണിയുന്നത്. எஸ் எல்லாம் என்னென்ன அவருடைய வீட்டுக்கு செய்யக்கூடியதான காரியங்கள் எல்லாத்தையும் பார்க்கறார். അവിടെ വീട്ടിന് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നോക്കുന്നു. ஆனால் அந்த வீட்ல என்ன இருக்கு அப்படின்னா, എന്നാൽ ഈ വീട്ടിൽ എന്താണ് ഉള്ളത്? அநீதி அநியாயம் காணப்படுகிறது. ഈ വീട്ടിൽ ഇതാ അവിടെ അന്യായം അവിടെയുണ്ട്, നീതികേടുണ്ട്. வேலைக்கு கூலி கொடுக்கல, അവിടെ വേല ചെയ്യിച്ചിട്ട് കൂലി ശരിയായി കൊടുക്കുന്നില്ല, அல்லது கூலி கொடுக்காதபடிக்கே வேலை வாங்குறது, കൂലി കൊടുക്കാതെ ജോലി ചെയ്യിപ്പിക്കുന്നു. அருமையானவர்களே, இதெல்லாம் தேவன் பார்க்கிறாரான்னு கேட்டால் தேவன் பார்த்துட்டு தான் இருக்கிறார். ഇതെല്ലാം ദൈവം കാണുന്നുണ്ടോ? ദൈവം ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. எஸ், நம்மளுடைய முதல்ல இந்த வேர்ஸுக்கு நாம் திரும்பி வருவோம். ஒன் மோர் வேர்ஸ் ஐ வாண்ட் டு ஷோ. ഈ വാക്യത്തിലേക്ക് നമുക്ക് തിരികെ വരാം. ഞാൻ മറ്റൊരു വാക്യം നിങ്ങളെ കാണിക്കാം. ഫസ്റ്റ് തിമോത്തി ചാപ്റ്റർ 3, 1 തിമോത്തിയോസ് 3-ാം അധ്യായം, വേഴ്സ് 15. 1 തിമോത്തിയോസ് 3-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. ഫസ്റ്റ് തിമോത്തി ചാപ്റ്റർ 3 വേഴ്സ് 15 പ്ലീസ്. 1 തിമോത്തിയോസ് 3:15. താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു. ஓகே, அதாவது இங்க வாசிக்கிறோம், இது சபைங்கிறதான வீட்டை குறித்து நான் வாசிக்கிறோம். ഇവിടെ നാം വായിക്കുന്നത് സഭയാകുന്ന വീടിനെ കുറിച്ചാണ്. സഭை സത്യத்துக்கு ആധാരവും തൂണുമാ இருக்கணுமா. ഇവിടെ ദൈവസഭയെക്കുറിച്ച് പറയുന്നത് അത് സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായിരിക്കണം എന്ന് പറയുന്നു. യെസ്, ഇറ്റ്സ് ട്രൂ. അത് സത്യമാണ്. தேவன் கேரளத்தில் இவ்வளோ சபைகளை வைத்திருக்கிறார் அப்படின்னா நம்மளுடைய சபைகள் எல்லாம் சத்தியத்துக்கு பில்லர் அண்ட் சப்போர்ட்டாக இருக்கணுமா. കേരളത്തിൽ ഇത്രയും സഭകൾ ദൈവം എഴുന്നേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ സഭ അതിൻ്റെ എല്ലാ ഉദ്ദേശം ഈ സഭകളെല്ലാം സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായിരിക്കണം എന്നതിനാണ്. റൈറ്റ്, അത് ശരിയാണ്. அதில் இருக்கிற ஒவ்வொரு பிலிவர்ஸுடைய வீடு என்ன இருக்கணும்? അവിടെയുള്ള ഈ സഭയിലുള്ള ഓരോ വിശ്വാസിയുടെയും വീട് എങ്ങനെയായിരിക്കണം? அது முதல் காரியம் இருக்குல்ல, അതാണല്ലോ ആദ്യത്തെ കാര്യം. ஒரு ஆஸ் எ ஹோல் சர்ச் என்னவா இருக்கணும் அப்படின்னா சத்தியத்துக்கு ட்ரூத்துக்கு பில்லர் அண்ட் சப்போர்ட்டா இருக்கணும். ஓகே, സഭ മുഴുവനുമായിട്ട് സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായിരിക്കണം. അത് ശരി തന്നെ. இப்போ நான் இந்த சர்ச்சில் நான் ஒரு பிலீவரா இருக்கேன், நான் ஒரு மெம்பரா இருக்கேன். ഞാൻ ഈ സഭയിലെ ഒരു അംഗമാണ് ഞാൻ. அப்ப என்னுடைய வீடு எப்படி இருக்கணும்? അങ്ങനെയെങ്കിൽ എൻ്റെ വീട് എങ്ങനെയായിരിക്കും? என்னுடைய வீட்டு காரியங்கள் எப்படி, என்னுடைய இன்கம் எப்படி இருக்கணும்? എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ, എൻ്റെ വരുമാനം അതൊക്കെ എങ്ങനെയായിരിക്കണം? என்னுடைய இன்கம் எல்லாம் ரைச்சியஸ் இன்கமா இருக்கணுமே. എൻ്റെ വരുമാനമെല്ലാം അത് നീതിയുള്ള വരുമാനമായിരിക്കണമല്ലോ. நான் கட்டுற விசாலமான வீடு ரைச்சியஸா இருக்கணுமே. ഞാൻ പണിയുന്ന വിശാലമായ വിസ്താരമുള്ള ഈ വീട് അത് നീതിയുള്ള രീതിയിലായിരിക്കണമല്ലോ. எங்கேயுமே அன்ரைச்சியஸ் எதுலையுமே காணப்படக்கூடாது. ഇവിടെ ഒന്നും ഒരു തരത്തിലുള്ള അനീതിയും ഉണ്ടാകരുത്. சிலர்லாம் வீடு கட்டுகிறார்கள், சிலர் வேலைக்கு கூலி கொடுக்கறது இல்லைன்னு சொல்லப்பட்டிருக்கு. ഇവിടെ ഇതാ അവര് വീട് കെട്ടുന്നു, വീട് പണിയുന്നു, പക്ഷേ കൂലി കൊടുക്കുന്നില്ല. நான் அது மாதிரி சில சகோதரர்களை பார்த்துருக்கேன். ഞാൻ അങ്ങനെയുള്ള ചില സഹോദരന്മാരെ കണ്ടിട്ടുണ്ട്. சில பேர் கட்டடத்தை கட்டி முடிப்பாங்க, ചിലര് കെട്ടിടമൊക്കെ പണിത് തീർക്കും. எதுல முடியும் அப்படின்னா பெரிய யுத்தத்துல தான் முடியும், சண்டையில தான் முடியாது. വീടെല്ലാം കെട്ടിക്കഴിഞ്ഞ് പണിത് കഴിഞ്ഞ് അവസാനം ഒരു വഴക്കിലാണ്, വലിയൊരു വഴക്കിലാണ് തീരുന്നത്. அந்த கான்ட்ராக்டருக்கும் அவங்களுக்கு ஒரு பீஸ்ஃபுல்லான ஒரு டீலிங்கே இருந்திருக்காது. ആ കോൺട്രാക്ടർക്കും ഈ വീടിന്റെ ഉടമസ്ഥനും തമ്മിൽ ഒരു സമാധാനവും ഇല്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ അവസാനിപ്പിക്കുന്നത്. சில பேர் சீட் பண்ணிருப்பாங்க, கவர்மெண்ட் அந்த ஆட்கள் சீட் பண்ணிருப்பாங்க. ചിലപ്പോൾ അദ്ദേഹം നമ്മെ പറ്റിച്ചിട്ടുണ്ടാവും. அப்ப அந்த மாதிரி டீலிங்ல எல்லாம் பணத்தை பிடிச்சு வச்சுக்கிறது, അങ്ങനെയുള്ള ഈ കാര്യങ്ങളിലൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ പണത്തെ നാം കൊടുക്കാതിരിക്കുക. அவங்க நேரம் என்ன பண்ணுவாங்க அப்படின்னா என் வீட்டுக்கு வந்துருவாங்க. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ സഭയിൽ സംഭവിക്കുമ്പോൾ നേരെ ഈ കോൺട്രാക്ടർ എൻ്റെ സഭയിലുള്ള ഉത്തരവാദിത്തമുള്ള എൻ്റെ വീട്ടിലേക്ക് വരും. ഉങ്ക പാസ്റ്റർட்ட പോയി ഞാൻ சொல்றேன், ഞാൻ പറയും, ഞാൻ പോയി നിങ്ങളുടെ പാസ്റ്ററിനോട് പറയും. உங்க பாஸ்டர்ட்ட போய் நான் அதை சொல்லிட்டு வரேன். அதாவது நம்ம பாஸ்டர்னு சொல்லிக்கிறதுல அவங்களுடைய பார்வையில் உங்க ஃபாதர்ட்ட போய் நான் சொல்றேன். അപ്പോൾ ഈ കോൺട്രാക്ടർ പറയുന്നത് നമുക്ക് പാസ്റ്ററെന്നോ ഫാദറെന്നോ ഒന്നും നമ്മൾ പറയുന്നില്ലെങ്കിലും ഈ കോൺട്രാക്ടർ അവരോട് പറയുന്നു, ഞാൻ പോയി നിങ്ങളുടെ പാസ്റ്ററിനോട് പറയും, നിങ്ങളുടെ ഫാദറിനോട് ഞാൻ പോയി പറയും. என் வீட்டுக்கு சில ஆட்கள் வந்துரு, சில கார்பெண்டர்ஸ் வந்திருக்காங்க, சில மேசன் கான்ட்ராக்டர்ஸ் வந்திருக்காங்க. എൻ്റെ വീട്ടിൽ ഇങ്ങനെയുള്ള ചില ആശാരിമാർ വന്നിട്ടുണ്ട്, ചില കോൺട്രാക്ടർമാർ വന്നിട്ടുണ്ട്, ചില മേസ്തിരിമാർ വന്നിട്ടുണ്ട്. பார்த்தா இப்போ யார் தப்பு யார் ரைட்டுன்னு ஒன்றும் புரியாது.
വന്ന് സംസാരിക്കാൻ തുടങ്ങി അവർ സംസാരിച്ചാൽ ആരാണ് ശരി ആരാണ് തെറ്റെന്ന് നമുക്ക് മനസ്സിലാവുകയില്ല. பிரதர் பரவாயில்ல, விட்டுட்டு போங்க, சமாதானமாக இருந்துட்டு போங்க, அப்படிதான் நம்ம சொல்கிறோம். നമ്മുടെ സഹോദരന്മാരോട് നമുക്ക് എന്താ പറയാനുള്ളത്? സഹോദരൻ സാരമില്ല, അത് വിട്ടുകളയേ, സമാധാനത്തോടെ പോവുക എന്നല്ലേ പറയുക. அந்த இடத்துலலாம் எப்படி முடிக்கிறார்கள் அப்படின்னா, ஒரு பெரிய பில்டிங் முடிக்கும் பொழுது யுத்தத்தோடு சமாதானம் இல்லாதபடிக்கு முடிக்கிறார்கள். ഒരു വലിയ വീട് കെട്ടിക്കഴിഞ്ഞ് പണിത് കഴിഞ്ഞ് ഒരു യുദ്ധം സമാധാനമില്ലാത്ത വാഗ്വാദത്തിലും വഴക്കിലുമാണ് അവസാനിക്കുന്നത്. என்னுடைய ஃபர்ஸ்ட் ஃப்ளோர் நான் கட்டும் பொழுது, എൻ്റെ വീടിൻ്റെ 1ാമത്തെ നില ഞാൻ പണിയുന്ന സമയത്ത് வில்லேஜ் பஞ்சாயத்தினுடைய அப்ரூவலுக்காக ப்ளூ பிரிண்ட் எஸ்டிமேஷன்லாம் போட்டு கொடுத்தேன். ഞാൻ വില്ലേജ് പഞ്ചായത്തിൻ്റെ അപ്രൂവലിനായിട്ട് അവിടെ ബ്ലൂ പ്രിൻ്റ് ഒക്കെ ഉണ്ടാക്കി എസ്റ്റിമേറ്റ് ഒക്കെ എടുത്ത് കൊടുത്തു. அந்த இன்ஜினியர் என்ன பண்ணிட்டார் அப்படின்னா, ആ എഞ്ചിനീയർ എന്താ ചെയ്തതെന്ന് അറിയാമോ? கன்ஸ்ட்ரக்ஷன் பில்ட் ஏரியாவை என்ன பண்ணிட்டாருன்னா குறைச்சி காமிச்சிட்டார். അവിടെ പണിയുന്ന ഏരിയ അത് കുറച്ച് കാണിച്ചു, ബിൽറ്റ് ഏരിയ. நல்ல வேலைக்கு நான் படத்தை பார்த்தேன், ப்ளூ பிரிண்ட்டை பார்த்தேன். ഞാൻ ആ ബ്ലൂ പ്രിൻ്റ് ഒന്ന് ഓടിച്ച് നോക്കി, അതുകൊണ്ട് എനിക്കത് മനസ്സിലായത്. சார், நான் 1000 ஸ்கொயர் ஃபீட் நான் கட்டுறேன், நீங்கள் இவ்வளோ குறைச்சி போட்டிருக்கீங்களே. ഞാൻ ഇത്രയും സ്ക്വയർ ഫീറ്റ് ആണല്ലോ കെട്ടുന്നത്, നിങ്ങൾ എന്താ ഇത്രയും കുറച്ച് കാണിച്ചിരിക്കുന്നത്? சார், அப்போ தான் சார் டேக்ஸ் கம்மியாக வரும். അപ്പോൾ കോൺട്രാക്ടർ പറയുന്നു, ഇത് കൊടുക്കുന്ന ആൾ പറയുന്നു, സർ അങ്ങനെ നമ്മൾ കുറച്ച് കാണിച്ചാലേ ടാക്സ് കുറയുള്ളൂ, இல்லைன்னா உங்களுக்கு டேக்ஸ் அதிகமாக போயிடும், ப்ராப்பர்ட்டி டேக்ஸ் உங்களுக்கு அதிகமாக போயிடும். അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ടാക്സ്, വസ്തു നികുതി അത് വളരെ കൂടുതലായി പോകും. அதனால குறைச்சி போட்டுக்கிட்டோம். അതുകൊണ്ട് ഞാൻ കുറച്ച് எல்லாருக்கும் நான் இப்படி தான் கொடுப்பேன். ഞാൻ എല്ലാവർക്കും ഇങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത്. இதை நீங்கள் எடுத்துங்க, டேக் பேக், இந்த ப்ளൂ பிரிண்ட் எனக்கு வேண்டாണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇത് തിരികെ കൊണ്ടുപോവുക, ഈ ബ്ലൂ പ്രിന്റ് എനിക്ക് വേണ്ട. വി ആർ ക്രിസ്ത്യൻസ്, ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്. എவ்வளவு ടാക്സ് கட்டறதுனால we are ready. എത്ര ടാക്സ് കെട്ടണം എന്ന് പറഞ്ഞാലും അത് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. எஸ், இந்த நாங்கள் கிறிஸ்டியன்ஸாக இருக்கிறதுனால எங்களுடைய கான்சென்ஸ் நாங்கள் சுத்தமாக வச்சுக்கொள்ள விரும்புகிறோம். ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മനസ്സാക്ഷി ശുദ്ധമായിട്ട് വയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഗവൺമെൻറ് ചീറ്റ് பண்ணக்கூடாது, ഗവൺമെന്റിനെ പറ്റിക്കരുത്. யாருக்கு கவர்மெண்ட்டுக்கு என்ன வரி செலுத்தணுமோ அதை நான் செலுத்தணும். அது ഗവൺമെന്റിന് എന്താണ് ടാക്സ് കൊടുക്കേണ്ടത് അത് കൊടുക്കുവാൻ ഞാൻ തയ്യാറാണ്. ഓക്കെ, മാറ്റി കൊണ്ടുവന്ന് കൊടുത്താർ. അദ്ദേഹം അത് മാറ്റി കൊണ്ടുവന്നു. അരുമയാണവர்களே, പ്രിയമുള്ളവരെ, സോ ഇത് ഇസ് ഇറ്റ് ബിബ്ലിക്കൽ, ഇസ് ഇറ്റ് ബൈബിൾ, ഇസ് ഇറ്റ് ഫ്രം ബൈബിൾ? പ്രിയമുള്ളവരെ, അത് വേദപുസ്തകത്തിൽ അപ്രകാരമാണോ പറയുന്നത്? ജെറേമിയ 22 ജെറേമിയാவை കൊണ്ട് ദേവൻ ഇസ്രായേലിനെ ചാർജ് பண்ணார். യിരെമ്യാവ് 22-ാം അധ്യായത്തിൽ യിരെമ്യാവിനെ കൊണ്ട് ഇതാ ഇസ്രായേൽ മക്കളോട് ദൈവം അവരോട് പറയുന്നു. സോ മണി മാറ്റേഴ്സ്ல, പണപരമായ കാര്യങ്ങളിൽ ചിലരെല്ലാം ലഞ്ചം കൊടുത്ത് വേല വാങ്ങുறார்கள். ചില ആളുകൾ അവർ കൈക്കൂലി കൊടുത്താണ് അവരുടെ കാര്യങ്ങൾ നടപ്പിക്കുന്നത്. ഗവൺമെന്റിലേന്ന് ഏതോ പോസ്റ്റ് വേണം, ട്രാൻസ്ഫർ വേണം, പ്രൊമോഷൻ വേണം அப்படினா, ഗവൺമെന്റിൽ നിന്ന് അവർക്ക് ഒരു ട്രാൻസ്ഫർ വേണം അല്ലെങ്കിൽ പ്രൊമോഷൻ വേണം, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ സൈലന്റാ പോയി എങ്ക കൊടുക്കണമോ കൊടുത്തിട്ട് വന്നിടறாங்க. അവർ വളരെ പതുക്കെ നിശബ്ദമായിട്ട് എവിടെ പോയി കൊടുക്കണമെന്ന് അവർക്കറിയാം, അവിടെ പോയി കൊടുത്തിട്ട് വരും. ബ്രൈബറി, കൈക്കൂലി കൊടുത്തിട്ട് പ്രൊമോഷൻ ട്രാൻസ്ഫർ വാങ്ങിട്ട് വന്നിടുறது. അങ്ങനെ കൈക്കൂലി കൊടുത്ത് പ്രൊമോഷനും ട്രാൻസ്ഫറും ഒക്കെ വാങ്ങിയിട്ട് വരും. അരുമയാனவர்களே, ദേവൻ இப்படி பார்க்கறார் அந்த விஷயத்தெல்லாம். മണി മാറ്റേഴ്സ്ல ദേവൻ பார்க்கறதெல்லாம் இப்படி பார்க்கறார். പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള പണപരമായ കാര്യങ്ങളിൽ ദൈവം ഇതാ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാം അണ്ടർഗ്രൗണ്ട് ഡീലിംഗ്സ്, അൺറൈച്ചിയസ് മണി മാറ്റേഴ്സ്. ഈ രീതിയിലുള്ള മേശയ്ക്കടിയിലെ ഈ തരത്തിലുള്ള എല്ലാ ഡീലിംഗ്സും, എല്ലാ കൊടുക്കൽ വാങ്ങലുകളും അത് ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ വെഡിങ് ഗവൺമെന്റ് റൈച്ചസ് ആക്ട്സ് എല്ലാം, നമ്മുടെ വിവാഹ വസ്ത്രത്തിലെ നീതി പ്രവൃത്തികളാണ് ഇതൊക്കെ. നാം തുടർന്ന് இந்த സത്യത്തെ നാം തുടർന്ന് ധ്യാനിക്കാം. നമുക്ക് തുടർന്ന് ഈ ഒരു ചെറിയ ബ്രേക്കിന് ശേഷം ഈ കാര്യങ്ങൾ നമുക്ക് തുടർന്നും ചിന്തിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, അങ്ങ് ഞങ്ങളുടെ ഹൃദയങ്ങളോട് ഇടപെടുന്ന കർത്താവെ, വളരെ പ്രായോഗികമായ ദൈവവചനങ്ങൾ അങ്ങ് ഞങ്ങളോട് സംസാരിക്കുന്ന അങ്ങയുടെ ദൈവനായിട്ട് നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളുടെ ആവശ്യമറിഞ്ഞാണല്ലോ അങ്ങ് ഞങ്ങളോട് സംസാരിക്കുന്നത്. ഞങ്ങളുടെ തീം അനുസരിച്ച് കർത്താവെ ഞങ്ങൾ ഒരുങ്ങണം എന്ന് അങ്ങ് ആഗ്രഹിക്കുന്നു. കർത്താവെ, ആഴമായൊരു വാഞ്ച, ആഴമായ ദൈവഭയം
കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ വരവിങ്കൽ നഗ്നരായി ലജ്ജിതരായി കർത്താവെ തലകുനിച്ച് നിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങളിൽ, ഞങ്ങൾക്ക് ജീവനുള്ളപ്പോൾ കർത്താവെ, ഞങ്ങളുടെ വിവാഹ വസ്ത്രത്തിലെ ഓരോ നൂലും കർത്താവെ, ഇപ്രകാരമുള്ള ഞങ്ങളുടെ കണ്ണുകൾ, ഞങ്ങളുടെ പണം കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലെ ഡീലിങ്സിലൂടെ കർത്താവെ, ഞങ്ങൾ ആ നൂലുകൾ കർത്താവെ നെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാതിരുന്ന ഞങ്ങളുടെ തെറ്റുകൾ, ഞങ്ങൾ ഗൗരവമായി എടുക്കാതിരുന്ന പാപങ്ങളെല്ലാം ഞങ്ങളോട് ക്ഷമിക്കണമേ കർത്താവെ. ദൈവഭയത്തിൻ്റെ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ കർത്താവെ. അങ്ങ് ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബ്രദറിനെ ഇത്രത്തോളം സഹായിച്ചതിനായിട്ട് നന്ദി. തുടർന്ന് ഞങ്ങളെ ബലപ്പെടുത്തണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.